കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. തുറന്നോസിന്റെ പാഠശാല എന്ന ഈ ബൈബിൾ ക്ലാസിന്റെ 75-ാമത്തെ സെഷനിലേക്ക് നാം കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കുമായിട്ട് ഒരിക്കൽ കൂടി ഞാൻ കർത്താവിന്റെ നാമത്തിൽ നന്ദിയെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഇന്ന് നാം തുടർമാനമായി ദ ബുക്ക് ഓഫ് ആക്ട്സിൽ നിന്ന് പഠിക്കുവാനായിട്ട് പോവുകയാണ്. 3-ാമത്തെ അധ്യായമാണ് നാം തുടർന്ന് ചിന്തിച്ചത്. 4-ാമത്തെ അധ്യായം കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. മുഖവുരകളൊന്നുമില്ലാതെ ഞാൻ അതിലേക്ക് കടക്കുവാനായിട്ട് പോവുകയാണ്. എന്നിരുന്നാൽ ഒരു കാര്യം ഒന്ന് ഓർപ്പിച്ചുകൊള്ളട്ടെ. ദ ഗേറ്റ് മിനിസ്ട്രീസിന്റെ ദ ഗേറ്റ് ചർച്ച് കോട്ടയത്ത് ജനുവരി 21-ാം തീയതി മുതൽ നാം പ്രാർത്ഥിച്ച് ഡെഡിക്കേറ്റ് ചെയ്ത് പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി എല്ലാവരും വിശേഷാൽ പ്രാർത്ഥിക്കുവാനും എല്ലാവരും മാക്സിമം കഴിയുന്നത്രയും വന്ന് ആരാധനകളിൽ പങ്കെടുക്കുവാനും ഉത്സാഹിക്കണം എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഓർപ്പിക്കുന്നു. ജനുവരി 21, 2024 കോട്ടയത്ത് ദ ഗേറ്റ് ചർച്ച് ഡെഡിക്കേറ്റ് ചെയ്ത് പ്രാർത്ഥനയും തുടർന്നുള്ള ശുശ്രൂഷകളും എല്ലാ ആഴ്ചയിലും ആരംഭിക്കുകയാണ്. അതുകൊണ്ട് അതിനെ ഓർത്ത് വിശേഷാൽ പ്രാർത്ഥിക്കുവാനായിട്ട് പ്രാരംഭമായിട്ട് ഓർപ്പിക്കുന്നു. നമ്മുടെ ബൈബിൾ ക്ലാസ്സിലേക്ക് നമുക്ക് വരാം. 3-ാമത്തെ അധ്യായം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. 4-ാമത്തെ അധ്യായത്തിന്റെ ചില പ്രാരംഭ വാക്യങ്ങൾ നമ്മൾ ഒന്നിച്ച് ധ്യാനിക്കുവാനായിട്ട് ഇടയായി. തുടർന്ന് 4-ാമത്തെ അധ്യായം മുഴുവനും ചിന്തിക്കുവാനായിട്ടാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരേ കാര്യം തന്നെയാണ്. അത് അവസാനം വരെയും വായിച്ച് അത് ചിന്തിക്കുവാനും അതിൻ്റെ അവസാനത്തിൽ ദൈവം അനുവദിക്കുന്നുവെങ്കിൽ ഒരു ചോദ്യത്തിന് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ആ ചോദ്യം കൂടെ മറുപടി പറഞ്ഞ് ഇന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. 4-ാമത്തെ അധ്യായത്തിന്റെ പശ്ചാത്തലം നമുക്കറിയാം. പത്രോസും യോഹന്നാനും യെരുശലേം ദേവാലയത്തിൽ 9-ാം മണി നേരത്തുള്ള യാഗപ്രാർത്ഥന സംബന്ധിക്കുവാനായി യെരുശലേം ദേവാലയത്തിലേക്ക് വരുന്നു. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പത്രോസും യോഹന്നാനും യെരുശലേം ദേവാലയത്തിലേക്ക് വരുന്നു എന്ന് പെന്തക്കോസ്ത് നാൾ കഴിഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമൊക്കെ ഉണ്ടായി പുതിയ സഭ സ്ഥാപിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്നിടത്ത് അതിൻ്റെ അടുത്ത ദിവസം പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു സാധാ പ്രാർത്ഥനയല്ല, 3-ാം മണി നേരത്തും 9-ാം മണി നേരത്തും അവിടെ യാഗപ്രാർത്ഥനയുണ്ട്. കാര്യം അവിടെ യാഗ ക്രമീകരണങ്ങളും യാഗങ്ങളും നടക്കും. ആ യാഗപ്രാർത്ഥന സംബന്ധിക്കുക എന്നുള്ളത് ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ട്രഡീഷനാണ്, അത് മസ്റ്റാണ്. ആ യാഗപ്രാർത്ഥനയിൽ സംബന്ധിക്കുവാനായി പത്രോസും യോഹന്നാനും 3-ാമത്തെ അധ്യായത്തിലാണ്, 2-ാമത്തെ അധ്യായം കഴിഞ്ഞിട്ടാണ് 3-ാമത്തെ അധ്യായം എന്ന് നമുക്കറിയാമല്ലോ. പത്രോസും യോഹന്നാനും യെരുശലേം ദേവാലയത്തിലേക്ക് വരികയും ആ യാഗപ്രാർത്ഥന സംബന്ധിക്കുവാനായി വരുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യനെ സുന്ദരം എന്ന ഗോപുരവാതിക്കെങ്കിൽ ഭിക്ഷ യാചിക്കാനായിട്ട് ഇരുത്തിയിരിക്കുന്നത് കാണുകയും അവിടെ അവനെ സൗഖ്യമാകുവാൻ മനസ്സുണ്ട് എന്ന് അവൻ പറയുമ്പോൾ അവനെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കുകയും അവൻ തുള്ളിച്ചാടി എഴുന്നേറ്റ് അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു രംഗമാണ് 3-ാമത്തെ അധ്യായത്തിന്റെയും 4-ാമത്തെ അധ്യായത്തിന്റെയും പശ്ചാത്തലം. അവൻ അവിടെ അങ്ങനെ തുള്ളിച്ചാടി സന്തോഷിച്ച് നിൽക്കുമ്പോൾ ജനം വിസ്മയം പൂണ്ട് ഇവരിൽ കൂടി എന്തോ ഒരു അത്ഭുതം നടന്നത് മാതിരി ഇവരെ ഉറ്റുനോക്കുന്നു. പത്രോസിനെയും യോഹന്നാനെയും വളരെ അത്ഭുതങ്ങൾ കാണിക്കുന്നത് പോലെയുള്ള മനുഷ്യർ, പ്രത്യേക സിദ്ധി ലഭിച്ചിരിക്കുന്നവർ എന്നുള്ള രീതിയിൽ അവരെ ഉറ്റുനോക്കുമ്പോൾ പത്രോസും യോഹന്നാനും അവരോട് ചോദിക്കുന്ന ഒരു ഭാഗം നമ്മൾ 13-ാമത്തെ അധ്യായത്തിൽ കണ്ടു. ഞാനൊന്ന് പെട്ടെന്ന് വായിച്ചു വിടാം. അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം പൂണ്ട് ശലോമോന്റേത് എന്ന് പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ ഓടിക്കൂടി. ഇത് യെരുശലേം ദേവാലയത്തിന്റെ കോർട്ട്യാർഡാണ്. അവിടെ 1000 10,000 നിൽക്കുവാൻ കഴിവുള്ള സൗകര്യമുള്ള സ്ഥലമാണ്. അവിടെ അന്ന് 10,000-ലേറെ ആൾക്കാർ ഓടിക്കൂടി എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. അവര് ഓടിക്കൂടിയവരെ ശലോമോന്റെ മണ്ഡപം എന്ന് പറയുന്ന ഒരു പോർഷനൊക്കെ ഞാൻ നിങ്ങളെ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചു. അവിടെ പത്രോസും യോഹന്നാനും നിൽക്കുകയാണ്. അവരുടെ ചുറ്റും ഓടിക്കൂടിയിരിക്കുകയാണ്. അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരെ, ആരൊക്കെയാ? ഇവിടെ ഒന്നും ജാതികളില്ല, വേറെ ഒരു മനുഷ്യരുമില്ല. അവിടെ ഉള്ളതെല്ലാം ഇസ്രായേൽ പുരുഷന്മാരാ. കാര്യം അവരുടെ ആലയത്തിൽ വന്നിരിക്കുക, അവരുടെ ദൈവത്തെ ആരാധിക്കാനായിട്ട് വന്നിരിക്കുക. ഇസ്രായേൽ പുരുഷന്മാരെ, ഇതിങ്കിൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നത് എന്ത്? ഞങ്ങളുടെ എന്തോ പ്രത്യേക കഴിവുകൊണ്ട് ചെയ്യുന്നത് മാതിരി ഞങ്ങളെ ഇത്ര ഉറ്റുനോക്കുന്നതിന്റെ കാര്യം എന്താണ്? ഞങ്ങളല്ല ഇത് ചെയ്തിരിക്കുന്നത്. അബ്രഹാമിന്റെയും ഈസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി.
അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ വിധിച്ച പീലാത്തോസിന്റെ മുമ്പിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, കുലപാതകനായവനെ വിട്ടുതരണം എന്ന് ചോദിച്ചു. ജീവനായകനെ കൊന്നുകളഞ്ഞു. നിങ്ങൾ കൊന്നുകളഞ്ഞ കർത്താവായ യേശു ക്രിസ്തു, നമ്മൾ പിതാക്കന്മാർ മുതലേ കാത്തിരുന്ന, നാം പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ ദിവസവും എണ്ണി എണ്ണി കാത്തിരുന്ന മശിഹായെ നാം ക്രൂശിച്ചു കൊന്നുകളഞ്ഞു. ആ കർത്താവിൽ, ആ ശക്തിയാൽ, ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് ഞങ്ങൾ ഈ അത്ഭുതങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ അവന്റെ സാക്ഷികളാണ്, അവന്റെ മഹിമ കണ്ട സാക്ഷികളും അവന്റെ കൂടെ നടന്നവരും അവനിൽ കൂടി പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചവരുമാണ്. അതുകൊണ്ട് അത് നമ്മുടെ പിതാക്കന്മാർക്ക് കൊടുത്തിരുന്ന വാഗ്ദത്തം, നിങ്ങൾക്കും അത് പ്രാപിക്കുവാനുള്ള സ്കോപ്പുണ്ട്, നിങ്ങളും അത് പ്രാപിക്കുവാനായിട്ട് നിങ്ങൾക്കും കഴിയും എന്നവരോട് പറയുക. സഹോദരന്മാരെ, നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് അത് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം കണക്കിടുന്നില്ല. നിങ്ങൾ അത് ചെയ്തത് കൊണ്ട് ദൈവം നിങ്ങളെ നശിപ്പിച്ചു കളയുന്നില്ല. നിങ്ങളുടെ മേലെ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി നിങ്ങളെ ദഹിപ്പിക്കാമായിരുന്നു. എന്നാൽ ദൈവം അത് ചെയ്യുന്നില്ല. നിങ്ങൾ അറിയായ്മയുടെ കാലത്തിൽ ചെയ്തത് കാരണം, അറിയായ്മ കൊണ്ട് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് സങ്കേത നഗരങ്ങൾ ഒരുക്കിയിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഇന്നും രക്ഷിക്കപ്പെടുവാനുള്ള അവസരമുണ്ട് എന്ന് പറയുന്ന ഒരു രംഗം. ഇവരുടെ ചരിത്രമെല്ലാം പഠിച്ചാൽ നമുക്കറിയാം, അറിയായ്മയിൽ വന്നു പോയിരിക്കുന്ന തെറ്റുകളെ ദൈവം കണക്കിടുന്നില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇവർ കൊലപാതകം ചെയ്താൽ കൂടെ ഇവർക്ക് സങ്കേത നഗരങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അവര് ആ കുറ്റം ഏറ്റുപറഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ ക്രമീകരണം പ്രാപിക്കുന്നുവെങ്കിൽ ദൈവം അവരെ വിടുവിക്കുവാൻ സന്നദ്ധനാണ്. ആ ഒരു ടെക്നിക്കൽ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ലൂപ്പ് ഹോൾ ഉപയോഗിച്ച് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ, പരിശുദ്ധ ആത്മാവിലൂടെ പത്രോസും യോഹന്നാനും അവരോട് വീണ്ടും വീണ്ടും, ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് പത്രോസ് അപ്പോസ്തലൻ ഈ ആയിരങ്ങൾ പതിനായിരങ്ങളുടെ മുന്നിൽ യേശു ക്രിസ്തുവിന്റെ സാക്ഷിയായിട്ട് നിൽക്കുന്നതെന്ന് കണ്ടോ? ആദ്യത്തെ ദിവസം പെന്തക്കോസ്ത് നാളിൽ ഓടിക്കൂടിയപ്പോൾ ഭയങ്കര ജനാവലി, അവരുടെ മധ്യത്തിൽ നിന്ന് കർത്താവിനെ പ്രസംഗിക്കുക. അടുത്ത ദിവസം ഇവിടെ നിൽക്കുന്നത് കണ്ടില്ലേ, യെരുശലേം ദേവാലയത്തിന്റെ അകത്ത് പ്രാകാരത്തിൽ ശലോമോന്റെ മണ്ഡപത്തിൽ നിൽക്കുക, 10,000 ചുറ്റും കൂടിയിരിക്കുക. അവരോട് പറയുക, ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നമ്മൾ അറിയായ്മയുടെ കാലത്തിൽ നിങ്ങൾ ചെയ്തു പോയി, പക്ഷെങ്കിൽ മടങ്ങി വരാനായിട്ട് പറയുക. 19-ാമത്തെ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിച്ചു, ആകിയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. നിങ്ങൾ മഹാപാപമാ ചെയ്തിരിക്കുന്നത്. നമ്മുടെ പിതാക്കന്മാർ മുതൽ 1000 സഹസ്രാബ്ദമായിട്ട് നമ്മൾ നോക്കിയിരുന്ന്, 1000 വർഷമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ച്, അതിനു മുൻപേ അബ്രഹാമിന്റെ കാലം മുതലേ നമ്മൾ പ്രാർത്ഥിച്ച് നോക്കിയിരുന്ന മശിഹായെ നമ്മൾ അറിയാതെ ക്രൂശിച്ചു കൊന്നിരിക്കുക. നമ്മൾ അതുകൊണ്ട് മടങ്ങി വരുവാനായിട്ടും നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. എന്നാൽ കർത്താവിന്റെ സന്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരും എന്ന് കർത്താവ് ഈ ലോകത്തെ രാജാതി രാജാവായിട്ട് വാഴുവാനായിട്ട് പോവുക. ഇവിടെ തേജസിന്റെ സിംഹാസനം വിരിക്കപ്പെടാൻ പോവുക. നമ്മുടെ പിതാക്കന്മാർ മുതലേ വിശുദ്ധന്മാരായി ജീവിച്ചവർക്കെല്ലാം പ്രതിഫലം ലഭിക്കാൻ പോവുക. കർത്താവിനോടൊപ്പം സകല സൗഭാഗ്യങ്ങളോടും കൂടി ഈ ലോകത്തിൽ ഏദൻ തോട്ടത്തിലെ പോലെ നാം വാഴുവാനായിട്ട് പോവുക. അത് നമ്മുടെ ദൈവം നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതാ. കർത്താവ് രാജാതി രാജാവായിട്ട് വരും. അവൻ നീതിയോടെ നമ്മെ ഭരിക്കും. യെരുശലേം കേന്ദ്രമാക്കിക്കൊണ്ട് ഇവിടെ ഒരു ദൈവിക ഭരണം നടക്കും. അത് എന്നേക്കുമായിട്ടുള്ള ഒരു നിത്യഭവനം, ഒരു നിത്യവാഴ്ച, അത് നമുക്ക്, ആ അനുഗ്രഹം നമുക്ക് ലഭിക്കാൻ പോവുക. അത് എനിക്കും നിങ്ങൾക്കുമുള്ളതാ. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും തലമുറയായ നമുക്കുള്ളതാ. ആ സന്തതി നിങ്ങളാകുന്നു. അതുകൊണ്ട് അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ പറയുന്നത് കേട്ടോ, അബ്രഹാമിനോട് അരുളി, നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിന്റെയും പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ, ഞാനും നിങ്ങളുമാകുന്നു അതിന്റെ റെസിപ്പിയൻസ്. അതിന്റെ ആ അനുഗ്രഹം പ്രാപിക്കുവാനുള്ളവര് നമ്മളാണ്. അതുകൊണ്ട് നമ്മൾ മടങ്ങി വരുവാനായിട്ടും ക്രമീകരണം പ്രാപിക്കുവാനായിട്ടും പറയുക. 20-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതുകൊണ്ട് നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുക. ഇതാ അവിടുത്തെ പ്രസംഗം. ആരാ പ്രസംഗിക്കുന്നേ? പത്രോസ് അപ്പോസ്തലനും യോഹന്നാൻ അപ്പോസ്തലനും ആയിരക്കണക്കിന് ജനങ്ങളോട് യെരുശലേം ദേവാലയത്തിന്റെ അകത്തളത്തിൽ അവിടെ നിന്ന് പ്രസംഗിക്കുകയാണ്. അത് കേട്ടവര് ഒത്തിരി പേര് അതിൽ വിശ്വസിക്കുകയും ഏകദേശം പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളമായി. ഇവിടെ വലിയൊരു ഗ്രൂപ്പ് അധികാരികൾ അവരെ പിടിച്ചിരിക്കുകയാണ്. അതാണ് 4-ാമത്തെ അധ്യായത്തിന്റെ പശ്ചാത്തലം. നമ്മൾ അത് വായിച്ചു തുടങ്ങി. ആ
യെരുശലേം ദേവാലയത്തിലെ സദൂക്യരും പുരോഹിതന്മാരും ദേവാലയത്തിലെ പടനായകനും ഒക്കെ വന്ന് ഇവരെ പിടിച്ചിരിക്കുകയാണ്. എന്തിനാ ഇവരെ പിടിച്ചിരിക്കുന്നത്? സുവിശേഷമാണ് പ്രസംഗിക്കുന്നത്. അവരുടെ രക്ഷാമാർഗമാണ് പ്രസംഗിക്കുന്നത്. അവർ കൊലപാതകം ചെയ്തിട്ടില്ല, അവരൊന്നും മോഷ്ടിച്ചിട്ടില്ല. പിന്നെന്തിനാ അവരെ പിടിക്കുന്നത്? യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് കൊണ്ടാണ്, സത്യവചനം പ്രസംഗിക്കുന്നത് കൊണ്ട്. ജനത്തിന് സത്യം എന്താണെന്ന് അറിയാതെ പോയിരിക്കുന്നു. പിതാവായ ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ ലോകത്തിൽ വന്നു. തൊട്ടുപുറകാലെ ദൈവം തന്നെ മനുഷ്യനായി ലോകത്തിൽ അവതരിച്ചു. അവർക്ക് മനസ്സിലായില്ല. അവര് സ്വന്തം നീതി അന്വേഷിച്ചതുകൊണ്ട് ദൈവമാർഗത്തിൽ എത്തിച്ചേരുവാനായിട്ട് കഴിഞ്ഞില്ല. ദൈവവചനം പ്രസംഗിക്കുന്നവരെ ഉപദ്രവിക്കുവാനായിട്ട് തുടങ്ങിയ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും അവർ പിടിക്കുക. 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു, അവർ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും ദേവാലയത്തിലെ പടനായകനും സദൂക്യരും അവരുടെ ഇടയിലേക്ക് വന്നു. അവരുടെ നേരെ വന്നു. അവർ ജനത്തെ ഉപദേശിക്കാലും മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനത്തെ യേശുവിന്റെ ദൃഷ്ടാന്തത്താൽ അറിയിക്കാലും നീരസപ്പെട്ടു. ഇവരെല്ലാവരും കൂടെ ചേർന്നാണ് കർത്താവിനെ ക്രൂശിക്കുവാനായിട്ട് ഏൽപ്പിച്ചത്. പീലാത്തോസ് കൈ കഴുകിയതാണ്, ഇവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞ്. എന്നാൽ മഹാപുരോഹിതനും ശാസ്ത്രിമാരും പുരോഹിത വൃന്ദമെല്ലാം ചേർന്നിട്ടാണ് കർത്താവിനെ ക്രൂശിക്കുവാനായിട്ട് ഏൽപ്പിക്കുന്നത്. തന്നെയല്ല, പുരോഹിത വൃന്ദത്തിന്റെ നേതൃത്വ നിരയിൽ നിൽക്കുന്ന സദൂക്യര് പുനരുദ്ധാനമോ ആത്മാവോ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരല്ല. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കത്തില്ല. ആ നാമത്തിൽ ഞങ്ങൾ ചിലരെ സൗഖ്യമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ ഒട്ടും വിശ്വസിക്കത്തില്ല. അതുകൊണ്ട് പറയാണ്, മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനത്തെ യേശു ക്രിസ്തുവിന്റെ ദൃഷ്ടാന്തത്താൽ അറിയിക്കാലും അവർ നീരസപ്പെട്ടു. 3-ാം വാക്യത്തിൽ അവരെ പിടിച്ച് വൈകുന്നേരം ആകുകൊണ്ട് പിറ്റന്നാൾ വരെ കാവലിലാക്കി. 3-ാം മണി വൈകിട്ടത്തെ 3 മണിക്കുള്ള പ്രാർത്ഥനയാണ് ഈ 9-ാം മണി നേരത്തെ യാഗപ്രാർത്ഥന. അതിനുശേഷമാണ് ഈ അടയാളങ്ങളൊക്കെ നടക്കുന്നത്. ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇരുട്ടി തുടങ്ങി. അവരെ വിധിക്കുവാനായിട്ടുള്ള സമയം, ന്യായവിസ്താരം നടത്തുവാനായിട്ടുള്ള സമയം അവിടെ ഇല്ല. സന്നിധിൻ സംഘം വന്ന് അവരെ ന്യായം വിധിക്കണം. എന്നാൽ അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് അവരെ പിടിച്ച് വൈകുന്നേരം ആകുകൊണ്ട് രാവിലെ വരെ പിറ്റന്നാൾ വരെ കാവലിലാക്കി. എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളമായി. ആരെയെല്ലാം തടവിലാക്കിയാലും ദൈവവചനം ഒരിക്കലും ബന്ധിക്കപ്പെടുന്നില്ല. ആ സത്യം കേൾക്കുന്ന അനേകർ അത് അന്നും വിശ്വസിക്കും, ഇന്നും വിശ്വസിക്കും. അതിന് ഒരു നിയമത്തിന്റെ ഒരു പാരമ്പര്യത്തിന്റെ ബന്ധനമില്ല. ഇന്ന് എൻ്റെ മുമ്പിൽ ഇത്രയും പേര് കൂടിയിരിക്കുന്നു. അനേകർ നമ്മളെ ശ്രദ്ധിക്കുന്നു. അവരൊക്കെ കേൾക്കുന്നവർ ആ സത്യവചനത്തെ യഥാർത്ഥമായിട്ട് വിശ്വസിക്കുവാൻ ദൈവം അവരുടെ ഉള്ളങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പത്രോസിനും യോഹന്നാനും എതിരായിട്ട് തിരിഞ്ഞിരിക്കുന്നത് ചെറിയ ആൾക്കാരല്ല. ആ യെരുശലേം ദേവാലയത്തിലെ മഹാപുരോഹിതനും പുരോഹിത വൃന്ദവുമാണ്. അവരൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നവരെല്ലാവരും കേൾക്കണം. മുസ്ലിംസിന്റെ കാര്യത്തിൽ അതുപോലെയാണ്. അവരുടെ നേതാവ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മേലെ മുതൽ താഴോട്ട് എല്ലാവരും അതുപോലെ ഫോളോ ചെയ്യും. ഏകദേശം ഇവരും അതുപോലൊക്കെ തന്നെയാണ്. ഇവരോടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മഹാപുരോഹിതന്മാരും പുരോഹിത വൃന്ദം മുഴുവൻ എതിർത്തിരിക്കുക. പടനായകനെതിരെ തിരിഞ്ഞിരിക്കുക. സദൂക്യ വൃന്ദം തിരിഞ്ഞിരിക്കുകയാണ്. ഇനി മഹാപുരോഹിതന്മാർ വരാനിരിക്കുന്നു, അവരും ഇതിനെതിരായിട്ട് തിരിയും. ഇതൊക്കെ ജനത്തിന് അറിയാം. എന്നാലും 5000-ലേറെ ജനം, പുരുഷന്മാർ വിശ്വസിച്ചിരിക്കുക. ഈ കാലഘട്ടത്തിലെ പോലെ എക്കാലത്തും ദൈവത്തിനൊരു ശേഷിപ്പുണ്ട്. മുഖ്യധാര ചർച്ച് ഏത് റൂട്ടിലൂടെ പോയെന്ന് പറഞ്ഞാലും ദൈവം വിളിച്ച് വേർതിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ജനമുണ്ട്. ഹല്ലേലൂയ. ദൈവവചനവും പരിശുദ്ധാത്മാവും അവരോട് ഇടപെട്ടുകൊണ്ടിരിക്കും. ഇന്ന് എന്നെ ശ്രദ്ധിക്കുകയും ഈ സത്യം മനസ്സിലാക്കുവാൻ ഉള്ളം തുറന്നിരിക്കുകയും ചെയ്യുന്ന അനേക ആയിരങ്ങൾക്കായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. എത്ര വലിയ പർവ്വത സമാനമായ പ്രശ്നങ്ങൾ അതിനെതിരെ തിരിഞ്ഞു നിന്നാലും ദൈവത്തെ ഉള്ളം കൊണ്ട് വിശ്വസിക്കുകയും ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു ചെറിയ കൂട്ടം എക്കാലത്തും ദൈവത്തിന് വേണ്ടി ഉള്ളതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഈ ഭാഗം 5-ാമത്തെ വാക്യം മുതൽ പ്രൊജക്റ്റ് ചെയ്യാം. അവിടം വരെ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച് നിർത്തിയത്. 4-ാമത്തെ അധ്യായം 5-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് നാം വായിച്ച് തുടങ്ങിയത്. പിറ്റന്നാൾ അവരുടെ പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും യെരുശലേമിൽ ഒന്നിച്ചുകൂടി. തലേദിവസം രാത്രിയിൽ ഇവരെ കാവലിലാക്കിയിരുന്നു. കൈൻഡ് ഓഫ് കാരാഗ്രഹമാണ്. അതുപോലെ അവരെ വിധിക്കുവാനായിട്ട് റിമാൻഡിൽ വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ പ്രത്യേക സൗകര്യങ്ങളൊന്നും ഉള്ളതല്ല. കഷ്ടപ്പാടും പ്രയാസങ്ങളുമുള്ള ഒരു കാരാഗ്രഹത്തിന്റെ അനുഭവം തന്നെയുള്ള റിമാൻഡിലാണ് വെച്ചിരിക്കുന്നത്. പിറ്റേ ദിവസം അവരെ വെളിയിൽ കൊണ്ടുവരികയാണ്. അവരുടെ പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും യെരുശലേമിൽ ഒന്നിച്ചുകൂടി. മഹാപുരോഹിതനായ ഹന്നാവ്, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതാണല്ലോ. കയ്യഫാവ്, യോഹന്നാന്, അലക്സാണ്ടർ, ഇവരെ ആരൊക്കെയാണെന്ന് നമുക്കറിയാം. ഹന്നാവ് എന്ന് പറയുന്നത്
ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മഹാപുരോഹിതനാണ്. ഇദ്ദേഹത്തിന് 5 ആൺമക്കളും ഒരു പെൺമകളുമാണ്. 5 ആൺമക്കളും മഹാപുരോഹിതന്മാരായിരുന്നു. അതിനുശേഷം മഹാപുരോഹിതനായ ആളാണ് കയ്യഫാവ്. കയ്യഫാവ് അദ്ദേഹത്തിന്റെ മരുമകനാണ്. അതിനുശേഷമാണ് പൗരോഹിത്യം വേറെ ഗ്രൂപ്പിലേക്ക് മാറുന്നത്. ഇതിനുശേഷം യോഹന്നാൻ എന്ന് പറയുന്ന ആളും ഒരു മഹാപുരോഹിതൻ തന്നെയാണ്. AD 36, 37, 38 കാലഘട്ടങ്ങളിൽ മഹാപുരോഹിതനായിരുന്ന ഒരു യോനാഥാൻ ഉണ്ട്. ആ യോനാഥാൻ ആയിരിക്കാം ഈ യോഹന്നാൻ എന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുവെങ്കിലും ആരാണെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ അലക്സാണ്ടറും ഒരു മഹാപുരോഹിതനായിരുന്നു. ആ കാലഘട്ടങ്ങൾക്ക് ശേഷം അപ്പോസ്തല പ്രവർത്തികൾ എഴുതുന്ന സമയത്ത് അതിന് മുൻപായി ഉണ്ടായിരുന്ന ഒരു മഹാപുരോഹിതനായിരുന്നു. അവരെല്ലാവരും ഈ കൂട്ടത്തിലുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മഹാപുരോഹിതന്മാരായിരുന്നവർ തന്നെ 4 പേരുണ്ട്. കയ്യഫാവ് മഹാപുരോഹിതനായിരുന്നപ്പോഴാണ് കർത്താവിനെ ക്രൂശിക്കുവാനായിട്ട് വിധിച്ചതെങ്കിലും അവര് സന്നിധി സംഘം പിടിച്ചുകൊണ്ട് കർത്താവിനെ കൊണ്ടുപോകുന്നത് ഹന്നാവിന്റെ വീട്ടിലേക്കാണ്. കാര്യം അധികാരത്തിലല്ലെങ്കിലും അദ്ദേഹമാണ് ജീവനോട് ഇരിക്കുന്നതിലെ ഏറ്റവും വലിയ മഹാപുരോഹിതനും ഇവരെ ഒക്കെ റൂള് ചെയ്യുന്നതും അദ്ദേഹമാണ്. അദ്ദേഹത്തിന് അധികാരമില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്കാണ് കർത്താവിനെയും ക്രൂശ് പിടിച്ചതിന് ശേഷം ഗെത്സമന തോട്ടത്തിൽ വെച്ച് പിടിച്ചതിന് ശേഷം കൊണ്ടുപോകുന്നത് അങ്ങോട്ടാണ്. അലക്സാണ്ടറും മഹാപുരോഹിതരും, ഞാൻ പറഞ്ഞു വന്നത് ഇവരാരും ചെറിയ ആൾക്കാരല്ല. കർത്താവിനെ ക്രൂശിക്കുവാനായിട്ടും പീലാത്തോസിനെ വിധിച്ചതിനെ എതിരായിട്ട് തിരുത്തി എഴുതുവാൻ വരെ ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ കഴിവുള്ളവരാണ്. അവരുടെ മുന്നിലാണ് പത്രോസും യോഹന്നാനും നിൽക്കുന്നത്. മുമ്പേ കർത്താവിനെ 50 ദിവസം മുമ്പ് കർത്താവിനെ ന്യായവിസ്താരം ചെയ്തവര് ഇന്ന് കർത്താവിന്റെ 2 ശക്തന്മാരായ ദാസന്മാരെ, ശിഷ്യന്മാരെ വിധിക്കുവാനായിട്ട് നിൽക്കുകയാണ്. അലക്സാണ്ടറും മഹാപുരോഹിത വംശത്തിലുള്ളവരൊക്കെയും ഉണ്ടായിരുന്നു. ഇവർ അവരെ നടുവിൽ നിർത്തി ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങൾ ഇത് ചെയ്തു എന്ന് ചോദിച്ചു. യോഹന്നാനെയും പത്രോസിനെയും മുന്നിൽ നിർത്തിയിട്ട് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഏത് നാമത്തിലാണ് ഈ അത്ഭുതം ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. അതായത് ഈ നാമങ്ങളും അതിന്റെ ശക്തിയും ഒക്കെ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു മന്ത്രവാദം അവരുടെ ഇടയിൽ വളരെ വളരെ പ്രസിദ്ധമാണ്. ആ ഒരു മന്ത്രവാദത്തോട് ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന്റെ രീതിയിലാണ് ഈ ചോദിക്കുന്നത്, ഏത് നാമം ഉപയോഗിച്ചാണ് നിങ്ങൾ ഈ അത്ഭുതം ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. കാര്യം ഇവര് ബാബേൽ പ്രവാസത്തിലും മറ്റു പ്രവാസത്തിലൊക്കെ ആയിരുന്നപ്പോൾ അവിടേക്കുള്ള ഇത്തരം മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും ഒക്കെ ഇവർ കണ്ടിട്ടുണ്ട്. ഇവരുടെ ഇടയിൽ തന്നെ ഇതുപോലുള്ള പല കാര്യങ്ങളും മറ്റുള്ളവരാൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ബേസിസിൽ ആ ചോദ്യം, നാമങ്ങളും അതിന്റെ ശക്തിയും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മന്ത്രവാദം. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് അതിന് മറുപടി കൊടുക്കുക. അതിന്റെ അടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഏത് നാമത്തിലോ നിങ്ങൾ ഇത് ചെയ്തു എന്ന് ചോദിച്ചു. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്, ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ കേട്ടുകൊള്ളുവീൻ. വിസ്തരിക്കുവാൻ ഇരിക്കുന്നവരെ കുറ്റബോധത്തിലേക്ക് നയിക്കുന്ന ഒരു മറുപടിയാണ് പത്രോസ് ഇവിടെ അവർക്ക് കൊടുക്കുന്നത്. മരണത്തിന്റെയും ഉയർപ്പിന്റെയും സന്ദേശം മുഴുവനും ഉൾക്കൊള്ളുന്ന ഒരു മറുപടി. പത്രോസ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് കർത്താവ് അവരോട് പറഞ്ഞത്, നിങ്ങളെ ന്യായവിസ്താരത്തിലേക്ക് കൊണ്ടുപോകും. ന്യായാധിപന്മാരുടെ മുൻപിൽ നിൽക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയും, ഞാൻ എന്ത് ചെയ്യും എന്ന് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട. നിങ്ങൾക്ക് സംസാരിക്കുവാനുള്ളത് അന്നേരം നിങ്ങളുടെ നാവിൽ ഞാൻ തരും. പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് പറയുകയാണ്. അവിടെ ആ സൗഖ്യത്തിന് കാരണം കർത്താവായ യേശു ക്രിസ്തു തന്നെയാണെന്ന് പത്രോസ് അപ്പോസ്തലൻ യാതൊരു ശങ്കയ്ക്കും ഇടയില്ലാതെ വണ്ണം അതിനെ നിസ്സംശയം പ്രഖ്യാപിക്കുക. അത് ഇസ്രായേൽ ജനം മുഴുവനും അറിയേണ്ടുന്ന വസ്തുതയാണ്. മഹാപുരോഹിതന്മാരും നിങ്ങളെല്ലാവരും അറിയണം, കൂടാതെ ഇസ്രായേൽ ജനം മുഴുവനും അറിയേണ്ടുന്ന ഒരു വസ്തുതയാണ് എന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പത്രോസ് അവിടെ ശക്തമായിട്ട് പ്രസംഗിക്കുകയാണ്, പ്രസ്താവിക്കുകയാണ്. ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാര നിമിത്തം ഇവൻ എന്തൊന്നിനാൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നു എങ്കിൽ നിങ്ങൾ ക്രൂശിച്ചവനും. ഇവിടെ യാതൊരു മടിയുമില്ല. പത്രോസ് അപ്പോസ്തലനോട് ചോദിച്ചത്, നീ അവന്റെ കൂട്ടത്തിലുള്ളവനാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഞാൻ അവനെ അറിയുന്നില്ല എന്ന് തലയിൽ കൈവച്ച് പ്രാകാൻ തുടങ്ങിയ പത്രോസ് അപ്പോസ്തലനാണ് ഇവിടെ മഹാപുരോഹിതന് മുന്നിൽ നിൽക്കുന്നതെന്ന് ഓർക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിലും എല്ലായിടവും ശമരിയിലും ലോകത്തിന്റെ അറ്റത്തോളം പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിച്ചിരിക്കുന്നുണ്ട്. ആരുടെയും മുഖത്ത് നോക്കി സത്യം പറയുവാൻ കഴിയും. ഇവൻ എന്തൊന്നിനാൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ക്രൂശിച്ചവനും, എങ്ങനോ മരിച്ചതല്ല, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ നസറനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങളെല്ലാവരും ഇസ്രായേൽ ജനം ഒക്കെയും അറിഞ്ഞുകൊള്ളുക. നിങ്ങൾ മാത്രമല്ല,
തലേദിവസം ഹോശന പാടിയിട്ട്, തലേ ആഴ്ചയിൽ ഹോശന പാടിയിട്ട് ഇവനെ ക്രൂശിക്ക, ഇവനെ ക്രൂശിക്ക എന്ന് ആർത്ത് ഘോഷിച്ച ജനം മുഴുവനും കേട്ടുകൊള്ളട്ടെ. അടുത്ത വാക്യം, വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. ഹല്ലേലൂയ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ഹല്ലേലൂയ. ശക്തിയോടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പത്രോസും യോഹന്നാനും അവിടെ മഹാപുരോഹിതന്മാരുടെയും ആ പൗരോഹിത്യ വൃന്ദത്തിന്റെ മുന്നിൽ ആ ന്യായവിസ്താര സംഘത്തിൽ നിന്നുകൊണ്ട് ശക്തമായിട്ട് പറയുക, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും, മനസ്സിലായോ, ആ ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ആയിരുന്നവരെന്നും അവർ അറിഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ പത്രോസിന്റെയും യാക്കോബിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Now when they saw the boldness of Peter and John, ഈ ബോൾഡ്നെസ് ആണ് ഇന്ന് ക്രിസ്ത്യാനിക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന ക്വാളിറ്റി, ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന ആത്മീക ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ ബോൾഡ്നെസ് ആണ്. ഇന്നത്തെ നമ്മുടെ അറിവോ നമ്മുടെ കഴിവോ നമുക്ക് PhD അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആത്മീയമായി ബൈബിളിലുള്ള പരിജ്ഞാനത്തിന്റെ ആഴമോ ഒന്നും അല്ല ഇന്നത്തെ വിഷയം. All you need is the boldness. കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ ക്രൂശിക്കപ്പെട്ടു. അവന്റെ രക്തത്താൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. അതിലാണ് ഇന്ന് രക്ഷ. ആ ഒരു കാൽവറി ക്രൂശിലെ യാഗത്താൽ മാത്രമാണ് ഇന്ന് മാനവരാശി രക്ഷിക്കപ്പെടുന്നതെന്ന് പ്രസംഗിക്കുവാനുള്ള ബോൾഡ്നെസ്, മറ്റുള്ളവരോട് പറയുവാനുള്ള ധൈര്യം. പത്രോസിനും യോഹന്നാനും ഒക്കെ 12 പേർക്കും ദൈവം പകർന്ന പരിശുദ്ധാത്മാവിനാൽ ലഭിച്ച ആ ധൈര്യമാണ് ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാത്താൻ നമുക്കെതിരെ തിരിയുമ്പോൾ ഇതൊന്നും ഇവരുടെ ആഗ്രഹത്താൽ ചെയ്യുന്നതല്ല. ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി സാത്താനാണ്. കാര്യം ഇവരിൽ കൂടി ഈ ലോകത്തെ ദൈവം വീണ്ടെടുക്കണം, ഇവരെ ദൈവം വീണ്ടെടുക്കണം. ഇവരിൽ കൂടി ലോക ജാതികൾക്ക് മുഴുവനും ഈ രക്ഷ പോകണം. അതിൻ്റെ ഉറവിടം ഇവരാണ്, അതിൻ്റെ ആസ്ഥാനം ഇവിടെയാണ്. ഇവിടെ രക്ഷ വന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സാത്താന്റെ കോട്ട തകരുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് അവൻ ഏത് രീതിയിൽ ആരെ വിഴുങ്ങേണ്ടു എന്ന് കരുതി അലർന്ന സിംഹം പോലെ അവന്റെ പ്രവർത്തികൾ ചെയ്യുക. ഇതേ കാര്യമായി ഇന്ന് നടക്കുന്നത്. ഇന്ന് സാത്താന്റെ കോട്ട തകരുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലാണ്. ആ ക്രൂശിലെ വിശ്വാസത്താൽ അവന്റെ എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു മാറുകയാണ്. ഇന്ന് ജനം വിടുവിക്കപ്പെടുക. ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും രക്ഷയാ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. വേറെ ഒന്നിലുമല്ല നമുക്ക് ആ കൃപ ലഭിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തു കാൽവറിയിൽ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തിയിലെ വിശ്വാസത്താല. വേറെ ഒരു കൂദാശയും ചെയ്യുവാൻ പ്രസംഗിക്കാനല്ല, ഒരു മാർഗത്തിലും ആളെ ചേർക്കുവാനല്ല, വേറെ ഒരു കാര്യത്തിൽ കൂടിയും രക്ഷ ലഭിക്കുന്ന പ്രസംഗം പ്രസംഗിക്കുവാനല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബോൾഡ്നെസ്, ധൈര്യം. ഒരു വാട്സപ്പ് മെസ്സേജ് ഫോർവേഡ് ചെയ്യുവാൻ ധൈര്യമില്ലാതിരിക്കരുത്. ഈ സന്ദേശം പറയാൻ നിങ്ങൾ മടിക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിന്റെ സാക്ഷിയായി നിൽക്കുവാൻ നിങ്ങൾ മടിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. കർത്താവ് വെളിപ്പാട് പുസ്തകത്തിൽ നരകത്തിലേക്ക് പോകുന്ന ആൾക്കാരുടെ ഒരു ലിസ്റ്റ് പറയുന്നുണ്ട്. നിങ്ങൾ നരകത്തിൽ പോകുന്നു, എന്നെ ശ്രദ്ധിക്കുന്നവർ നരകത്തിൽ പോകുന്നു അല്ല ഞാൻ പറയുന്നത്. എന്നാലും ദൈവം എങ്ങനെ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് അവരോട് പറയുമ്പോൾ, നരകത്തിൽ പോകുന്നവരുടെ ഒരു ലിസ്റ്റ് പറയുമ്പോൾ തുടങ്ങുന്നത് ഭീരുക്കൾ. ഭീരുക്കൾ എന്ന് പറയാൻ കാര്യം പാമ്പിനെ പേടിയുള്ളവരുടെ കാര്യമല്ല പറയുന്നത്, അല്ലെങ്കിൽ പട്ടിയെ പേടിയുള്ളവരുടെ കാര്യമല്ല പറയുന്നത്, പിശാചിനെ പേടിയുള്ളവരുടെ കാര്യമല്ല പറയുന്നത്. ദൈവവചനം പ്രസ്താവിക്കുവാൻ ഭീരുത്വം കാണിക്കുന്നവരെ, യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ മനസ്സിലായിട്ടും അത് പ്രസ്താവിക്കുവാൻ മറ്റുള്ളവരോട് പറയുവാൻ ഭീരുത്വം കാണിക്കുന്നവരെ. ഹല്ലേലൂയ. ഈ കാലത്തെ കൃപയാൽ നാം ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ രക്ഷ സുനിശ്ചിതമാണ്. അതുകൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് വാസ്തവമാണെങ്കിലും ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കണം. ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, ദാസിയെ എന്നുള്ള പേരിന് ഓഹരിക്കാരായിരിക്കാൻ കോടാനുകോടി യുഗങ്ങൾ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ വാഴുവാനായിട്ട് പോവുക. നിത്യം ദൈവത്തോടൊപ്പം നമ്മൾ ആയിരിക്കാൻ പോവുക.
നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നമ്മൾ വിശ്വസ്തരായിരിക്കാൻ, യജമാനന്റെ വരവ് വരെ വിശ്വസ്തരായി നിൽക്കുന്ന ദാസന്മാരെ പോലെ, ഏറെ ഇളച്ചു കിട്ടിയവൻ ഏറെ സന്തോഷിക്കുന്നത് പോലെ ഉത്സാഹത്തോടെ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, ആ ബോൾഡ്നെസ്, ആ ധൈര്യം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കേണ്ടത് ഈ കാലഘട്ടങ്ങളിൽ വളരെ അത്യാവശ്യമാണെന്ന് ഈ വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ എടുത്തു പറയുവാനായിട്ട് ആഗ്രഹിക്കുക. ഇതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെയും ജീവിതത്തിൽ നടക്കുന്നത്. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണിക്കാൻ, ഇവരെന്തിനാ ധൈര്യം എടുക്കുന്നത്? ഇവർക്കങ്ങ് പറഞ്ഞാൽ പോരെ. ഇവരെന്തിനാ ധൈര്യം എടുക്കുന്നത്? യേശു ക്രിസ്തുവിനെ ക്രൂശിച്ച മഹാപുരോഹിതനായിരിക്കുന്നത്. ഇവിടെ ധൈര്യം ആവശ്യമാണ്. ഒന്ന് പറഞ്ഞ് രണ്ടിന് കന്നത്തടിക്കുന്ന ആൾക്കാരായിരിക്കുന്നത്, പടനായകനായിരിക്കുന്നത്, ക്രൂശിൽ സ്റ്റഫ് ചെയ്ത് അന്ന് തന്നെ ക്രൂശിക്കാൻ പറ്റുന്ന ആൾക്കാരായിരിക്കുന്നത്. അവരോട് പറയുന്നത് എന്താണെന്നറിയാമോ? നമ്മളെല്ലാവരും നല്ലവരായിട്ട് ജീവിക്കണമെന്നല്ല, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശു ക്രിസ്തുവിനെ ഞാൻ പ്രസംഗിക്കുന്നു. അവനിൽ കൂടെ അല്ലാതെ നമുക്ക് രക്ഷയില്ല. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ ഒരു നാമമുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. അത് പ്രസംഗിക്കുവാൻ ബോൾഡ്നെസ് വേണം. അത് പ്രസ്താവിക്കുവാൻ ധൈര്യം വേണം. ഇന്ന് പ്രസ്ഥാനത്തിൽ ആളെ കൂട്ടുന്നതല്ല ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് പ്രസംഗിക്കണം. നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഗ്രേറ്റ് കമ്മീഷൻ അതാണ്. കർത്താവ് കാൽവറിയിൽ മൂന്നാണികളിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യ നമുക്ക് വേണ്ടി തൂങ്ങുമ്പോൾ ആ യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ ഈ ലോകത്തിന്റെ പാപങ്ങൾ ദൈവം മനുഷ്യരോട് കണക്കിടാതെ പിതാവായ ദൈവം പുത്രനിൽ കൂടെ ഈ ലോകത്തിന്റെ പാപത്തെ നമ്മളോട് ക്ഷമിച്ചു തരിക, നമ്മെ ദൈവത്തോട് നിരപ്പിക്കുക. നിരപ്പിന്റെ ശുശ്രൂഷ നമ്മെ ഏൽപ്പിച്ചിരിക്കുക. അത് ഈ ലോകത്തിൽ മുഴുവനും പ്രസിദ്ധമാക്കുവാൻ, നമ്മളെ അംബാസിഡേഴ്സ് ആയിട്ട്, എന്തിന്റെ? സ്വർഗത്തിന്റെ അംബാസിഡേഴ്സ് ആയിട്ട്. എന്ത് പ്രസംഗിക്കാൻ? യേശു ക്രിസ്തുവിന്റെ ക്രൂശ് പ്രസംഗിക്കുവാൻ. ഹല്ലേലൂയ. ഇന്ന് ലോകത്തിൽ വേറെ ഒന്നിലും രക്ഷയില്ല. ഇന്ന് മനുഷ്യൻ രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു മാർഗം, അത് കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ച രക്ഷണീയ പ്രവൃത്തിയാണെന്ന് പ്രസംഗിക്കുവാൻ ബോൾഡ്നെസ് ഉള്ള, ധൈര്യമുള്ള എന്റെ സഹോദരി സഹോദരങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാണ്. ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യൻ എന്ന് ഗ്രഹിക്കാലും ഇവിടെ ഒരു പഠിപ്പും അല്ല വിഷയം. നിങ്ങൾ ഏത് കോളേജിൽ പഠിച്ചു, എവിടുന്ന് തിയോളജി എടുത്തു, എന്തുവരെ പഠിച്ചു, എന്താണ് നിങ്ങളുടെ സ്റ്റാറ്റസ്, ഇതൊന്നും ഇവിടെ വിഷയമല്ല. ദൈവത്തിന് മുമ്പിൽ എല്ലാവരും ഒരുപോലെ. അത് കറമ്പനൊന്നുമില്ല, വെളുമ്പനൊന്നുമില്ല, എന്ത് പണ്ഡിതനൊന്നുമില്ല, പാമരനൊന്നുമില്ല, ആണൊന്നുമില്ല, പെണ്ണൊന്നുമില്ല. നാം എല്ലാവരും ദൈവത്തിന്റെ മുന്നിൽ സമന്മാരാ. ഇന്ന് യഹൂദനും യവനനും ജാതികളും ഒരു വ്യത്യാസവുമില്ല. അവർ പഠിപ്പില്ലാത്തവരും. ഞാൻ നിങ്ങൾക്ക് ആർക്കും ഇത്ര വലിയ പഠിപ്പുണ്ടായതിനു ശേഷം പ്രസംഗിക്കാൻ അല്ല പറയുന്നത്. ഒരേ ഒരു കാര്യം മനസ്സിലായെങ്കിൽ അത് പ്രസംഗിക്കുക. കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ തകർക്കപ്പെട്ടത് എന്നെ നിങ്ങളെ വീണ്ടെടുക്കുവാനാണ്. ഏദൻ തോട്ടത്തിൽ നിന്ന് നമ്മളെ പുറത്താക്കുമ്പോൾ നമ്മെ വീണ്ടെടുക്കുവാൻ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്ന് മനുഷ്യനായി ജനിച്ച് ആ പാപത്തിന്റെ പരിഹാരം നിവർത്തിച്ച് ആ പാപ പരിഹാര യാഗത്തിലൂടെ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു, രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കുവാനുള്ള അറിവും പ്രാപ്തിയും ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് മോർ ദാൻ സഫിഷ്യന്റ്. അതാണ് നമ്മുടെ സുവിശേഷം. അതിനൊരു PhD വേണ്ട, അതിനൊരു MTH ഒരു BTH വേണ്ട. പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും അവർ പഠിപ്പില്ലാത്തവരും സാമാന്യരായ മനുഷ്യരെന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ടു. നമ്മളെ കണ്ട് അനേകർ ആശ്ചര്യപ്പെടട്ടെ. ഈ സത്യം ഇറങ്ങിയിരിക്കുന്ന പോഷന്മാരെ കണ്ട് അനേകർ ആശ്ചര്യപ്പെടട്ടെ. എന്നെ ജനം കളിയാക്കുന്നതിൽ എനിക്ക് യാതൊരു പ്രയാസവുമില്ല. എന്നെ ഭോഷൻ എന്ന് വിളിക്കുന്നതിൽ എനിക്ക് ഒരു പ്രയാസവുമില്ല. യേശു ക്രിസ്തുവിന്റെ നാമനിമിത്തം ഭോഷനായി തീർന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. എന്റെ പ്രതിഫലം സ്വർഗത്തിലുണ്ട്. ധൈര്യമുള്ളവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ക്രൂശിന്റെ സാക്ഷികളായി നിൽക്കുവാൻ സമർപ്പിക്കപ്പെടുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 2023 നമ്മൾ ഒത്തിരി പ്രസംഗം കേട്ടു, ഒത്തിരി മെസ്സേജ് കേട്ടു. നിങ്ങൾ കേട്ടതെല്ലാം മറന്നുപോയാലും ഒരു കാര്യം നിങ്ങൾ മറക്കല്ല. 2024 കയറുമ്പോൾ
യേശു ക്രിസ്തുവിന്റെ വിശ്വസ്ത സാക്ഷികളായി പട ചേർത്തവനെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം വിശ്വസ്ത പടനായിട്ട് യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ സാക്ഷിയായി നിൽക്കുവാൻ ആ ഒരു ധൈര്യം പ്രാപിച്ചവരായി 2024 പ്രവേശിക്കുവാൻ ഞാൻ നിങ്ങളെ സ്നേഹത്തോട് ഓർപ്പിക്കുക. നിങ്ങളുടെ ഭൗതിക വിഷയങ്ങളല്ല ഇവിടുത്തെ പ്രശ്നം. നിങ്ങളുടെ ശരീരത്തിന്റെ സൗഖ്യമോ ആയുരാരോഗ്യമോ സമ്പൽ സമൃദ്ധിയോ അല്ല ഇവിടുത്തെ വിഷയം. ഇതെല്ലാം ചപ്പും ചവറുമോ, ഇതെല്ലാം നൊടി നേരത്തേക്കുള്ളതാ. നമ്മുടെ നിത്യതയിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയ. ഒരു ദിവസം നമ്മൾ കർത്താവിന്റെ മുന്നിൽ നിൽക്കേണ്ടതായിട്ട് വരും. നമ്മെ ആശ്ലേഷിച്ച് നല്ലവനും വിശ്വസ്തനുമായ ദാസിയെ എന്നുള്ള പേരിന് ഓഹരിക്കാരായിരിക്കാൻ വിശ്വസ്തരായിരിക്കുവാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുക. ഹല്ലേലൂയ. പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണിക്കാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ടു. നമ്മളെ കണ്ട് മറ്റുള്ളവർ ആശ്ചര്യപ്പെടട്ടെ. ഇത്രയും വലിയ പ്രസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ട്, ക്രിസ്തീയ പ്രസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ട്. ഇത്ര വലിയ മണിമന്ദിരങ്ങൾ, അമ്പരചുംബികളായിട്ടുള്ള ആലയങ്ങൾ, ആഡംബരങ്ങളായ അന്തർമന്ദിരങ്ങൾ, എല്ലാ ക്രമീകരണങ്ങളുമുള്ള വലിയ പ്രസ്ഥാനം ഇവിടെ നിൽക്കുമ്പോൾ ചില ഭോഷന്മാര് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് പ്രസംഗിക്കുന്നുവെന്ന് നമ്മളെ കുറിച്ച് പറയട്ടെ. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ഭോഷന്മാരായി തീർന്നവർക്കായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അനുഗ്രഹത്തോടെ അവന്റെ ക്രൂശ് പ്രസിദ്ധമാക്കുവാൻ ദൈവം നമ്മളെ ഉപയോഗിക്കട്ടെ. 2024 ഒരു അനുഗ്രഹത്തിന്റെ വർഷമായി തീരട്ടെ. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ കൂടെ ഒക്കെ അനേക ആയിരങ്ങൾ വിടുവിക്കപ്പെടുന്ന വർഷമായി തീരട്ടെ. ഒരു വലിയ അനുഗ്രഹത്തിന്റെ ആത്മീക സമ്പൽ സമൃദ്ധിയുടെ വർഷമായി തീരട്ടെ. ഭൗതികത എന്തായിരുന്നാലും ദൈവത്തിന് അറിയാൻ നമുക്ക് എന്ത് വേണമെന്ന് അത് തരും. ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ആത്മീകമായ അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു വർഷമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്രിസ്ത്യാനിക്ക് ആ ഒരു ധൈര്യം ഉണ്ടാകട്ടെ. അവർ യേശുവിനോടുകൂടെ ആയിരുന്നവർ എന്ന് അറിഞ്ഞു. നമ്മളെ കുറിച്ച് അങ്ങനെ അറിയട്ടെ. യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവരെന്ന് അവർ അറിയട്ടെ. ഒരു പ്രസ്ഥാനത്തിന്റെ ആൾക്കാരായിട്ട് നമ്മളെ അറിയുവാനായിട്ടല്ല. യേശു ക്രിസ്തുവിന്റെ വിശ്വസ്ത സാക്ഷികൾ, അവന്റെ ശിഷ്യന്മാരെന്ന് അറിയപ്പെടുന്നതിൽ നമുക്ക് സന്തോഷിക്കാം. സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരോടുകൂടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ട് അവർക്ക് എതിർ പറയുവാൻ വകയില്ലായിരുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും മറ്റുള്ളവർ വിശ്വസിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഉപയോഗിക്കും. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് വിശ്വസിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഇടയിൽ വന്നു കഴിയുമ്പോൾ നമ്മളിൽ കൂടെ നടക്കുന്ന പ്രവൃത്തികളും നമ്മുടെ ഇടയിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയും മനസ്സിലാകുന്നവർ അത് വിശ്വസിക്കുവാൻ ഇടയാകും. അവരോട് ന്യായാധിപ സംഘത്തിൽ നിന്ന് പുറത്തു പോകുവാൻ കൽപ്പിച്ചിട്ട് അവർ തമ്മിൽ ആലോചിച്ചു. ഇതെല്ലാം വളരെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആയതുകൊണ്ട് ഞാൻ അധികം നേരം നിൽക്കുന്നില്ല. ഞാൻ ഇതിൽ നിന്ന് ആത്യന്തികമായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഈ അധ്യായം ഒന്ന് വായിക്കണം. നമ്മുടെ ആത്മീക നിലവാരവുമായിട്ട് ഇതിനെ ഒന്ന് കമ്പയർ ചെയ്യണം. ഈ ഒരു ഉപദേശം ആയിരിക്കത്തില്ല നമ്മൾ പറയുന്നതെങ്കിലും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വവുമായിട്ട് നമ്മൾ എത്രമാത്രം ഒത്തുപോകുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയം, രണ്ടുപേരും 10,000 ആൾക്കാരുമാണ്. 2 ഗ്രൂപ്പാണ് ഇവിടെ നിൽക്കുന്നത്. ഇവരെ എല്ലാവരും യഹൂദന്മാരാണ്. ഇതിൽ ഈ 2 പേര് ആരുടെ വക്താക്കളാണ്? സ്വർഗത്തിന്റെ അംബാസിഡേഴ്സ് ആണ്. സ്വർഗം കൽപ്പിച്ചാക്കിയിരിക്കുന്ന വക്താക്കളാണ് പത്രോസും യോഹന്നാനും. സ്വർഗത്തിൽ നിന്ന് ദൈവം ഇറങ്ങി വന്ന് അപ്പോയിന്റ് ചെയ്ത് അവരെ ശിഷ്യന്മാരാക്കി അവരെ ദൗത്യം ഏൽപ്പിച്ച് പരിശുദ്ധാത്മാവിനെ പകർന്ന് അവരെ ലോകത്തെ ക്രമീകരിക്കുവാൻ ഏൽപ്പിച്ചിരിക്കുന്ന സ്വർഗത്തിന്റെ അംബാസിഡേഴ്സ്. മറ്റേ നിൽക്കുന്നത് മുഴുവനും ലോകത്തിലെ പ്രമാണികളും പ്രഭുക്കന്മാരുമാണ്. ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ ഇതിനെ ഒന്ന് ചിന്തിച്ച് നോക്കണം. ഇവരെല്ലാവരും യഹൂദന്മാര് തന്നെയാണ്. എന്നാൽ ആ 2 പേർക്ക് എതിരായിട്ട് തിരിഞ്ഞിരിക്കുന്നത് കണ്ടോ? ആരാ തിരിഞ്ഞിരിക്കുന്നത്? ആ ലോകത്തിൽ അന്ന് ലോകത്തിലുള്ള പ്രമാണി സംഘം മുഴുവനും അവർക്കെതിരെ തിരിഞ്ഞിരിക്കുക. അതിൽ ആരൊക്കെ ഉണ്ടെന്നൊന്ന് സൂക്ഷിച്ചു നോക്കി. ഹന്നാവ്, ഏകദേശം 100 വയസ്സിനടുത്തുള്ള മഹാപുരോഹിതന്. കയ്യഫാവ്, അലക്സാണ്ടർ, ജോനാഥാന്, എല്ലാം മഹാപുരോഹിതന്മാരുടെ ഒരു ഗ്രൂപ്പാ. പടനായകൻ, സദൂക്യ പൗരോഹിത്യ വൃന്ദം, ഇവരെല്ലാവരും പിടിച്ച് എവിടെ വെച്ചാ പിടിച്ചിരിക്കുന്ന? യെരുശലേം ദേവാലയത്തിന്റെ അകത്തളത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ വെച്ച് പിടിച്ചിട്ട് അവർക്കെതിരെ തിരിഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് അവരെ തടവിൽ അടച്ചേക്കുന്നത്. അതുകൊണ്ടാണ് അവരെ വിചാരണ ചെയ്യുന്നത്.
അവരെ അതുകൊണ്ടാണ് കുറ്റം വിധിക്കുവാനായിട്ട് നോക്കുന്നത്. അവരിൽ എന്ത് കുറ്റമുണ്ടെന്ന് സ്ക്രൂട്ടനൈസ് ചെയ്യുക, എന്നിങ്ങനെ അവരെ പിടിച്ച് തടവിലാക്കി എന്നേക്കുമായിട്ട് അകത്ത് തള്ളുകയും ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച്. ഇതേ കാര്യമായി ഇന്ന് നടക്കുന്നത്. ഇതെല്ലാം സാത്താൻ അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുക. സാത്താനാണ് ഇത് നടക്കരുതാത്ത ഏറ്റവും ഇതിന്റെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് സാത്താനാണ്. അവനാണ് ഇത് ഒരിക്കലും നടന്നുകൂടാ എന്ന് ആഗ്രഹിക്കുന്നത്. ഹന്നാഫിന്റെ 100 ഇരട്ടി ഇത് ആഗ്രഹിക്കുന്നത് സാത്താനാണ്. അതുകൊണ്ട് സാത്താൻ അവരുടെ ഉള്ളിൽ കയറിയിരിക്കുക. ഇതേ സാത്താൻ ഇന്നും എലൈവ. ഇതേ സാത്താൻ ഇന്നും ശക്തിയോട് പ്രവർത്തിക്കുക. ഈ സാത്താൻ അന്ന് കർത്താവിനെതിരെ തിരിഞ്ഞവൻ ഇന്നും ഈ ക്രൂശിനെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുക. അത് വെളിയിൽ നിന്നല്ല തിരിയുന്നത്, അകത്തു നിന്ന് തന്നെയാണ്. പൗരോഹിത്യ വൃന്ദം, പുരോഹിതന്മാര് പള്ളിക്കകത്ത് പള്ളിയുടെ അകത്തളത്തിൽ നിൽക്കുക. ഈ എതിർപ്പ് എക്കാലത്ത് നമുക്കുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കുറെ പേരെല്ലാവരും ക്രിസ്ത്യാനികളായി, നമ്മൾ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും ആ ഒരു വിശ്വാസത്തിലും ആ ദൈവിക നിയന്ത്രണത്തിലുമാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് തെറ്റിദ്ധരിക്കല്ല. സത്യം പറയുന്നവര് അല്ലെങ്കിൽ ആ സത്യമാർഗം പരിശുദ്ധാത്മാവിനെ അറിയിക്കുമ്പോൾ അത് ഉൾക്കൊള്ളുവാൻ, മനസ്സോട് അതിനെ ഏറ്റെടുക്കുവാൻ ദൈവം അനേകരുടെ ഹൃദയങ്ങളെ തുറന്നുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാകുന്നെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ 2 ഗ്രൂപ്പാണ്. ഇതേപോലെ തന്നെ ഇന്നും 2 ഗ്രൂപ്പാണ്. കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ഒരു ഗ്രൂപ്പ്, ബാക്കി നാമധേയമായിട്ടൊരു വലിയ ഗ്രൂപ്പുണ്ട്, ഒരു ക്രിസ്തീയ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട്. അവർ ഈ ലോകത്തിലെ പ്രമാണികളാ. ഈ പ്രഭുക്കന്മാരിൽ ആരെയെങ്കിലും മാറ്റി നിർത്താൻ പറ്റുന്നവരാണോ? ഒരു തേർഡ് പാർട്ടി വന്ന് നോക്കിക്കഴിഞ്ഞാൽ പത്രോസിനെയും യോഹന്നാനെയും എടുത്ത് വെളിയിൽ അല്ലെന്നുണ്ടെങ്കിൽ അവരെ ജയിലിൽ തള്ളാൻ പറയും. ഒരു തേർഡ് പാർട്ടിയെ വിളിച്ചുകൊണ്ട് വന്ന് ഇതിനൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റേത് ഇരിക്കുന്നത് മുഴുവനും ഹന്നാവും കയ്യപ്പാവും മഹാപുരോഹിതനും യെരൂശലേം ദേവാലയവും ഒക്കെയാ. അതേ സെറ്റപ്പാ ഇന്നും നിൽക്കുന്നതെന്നാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇഗ്നോർ ചെയ്ത് കളയും. ഹൂ ഈസ് ഗേറ്റ് മിനിസ്ട്രീസ് എന്ന് ചോദിക്കും. കല്ലിവല്ലി അവരൊന്നും പറയുന്നത് കേൾക്കല്ലെന്ന് പറയും. സത്യം പ്രസ്താവിക്കുവാനായിട്ട് സമ്മതിക്കത്തില്ല. ഇതിനെതിരായിട്ട് എക്കാലത്തും സാത്താൻ പോരാടിക്കൊണ്ടേയിരിക്കും. നമ്മൾ വെളി വരാനേ സമ്മതിക്കത്തില്ല, പ്രസംഗിക്കാൻ അനുവദിക്കത്തില്ല, ഈ സത്യം വെളിപ്പെടുത്താൻ അനുവദിക്കത്തില്ല. ഞങ്ങളുടെ ആൾക്കാരുണ്ട്, ഞങ്ങൾ അതൊക്കെ തന്നെയാണ് പ്രസംഗിക്കുന്നതെന്ന് പറയും. അതിനെ മനസ്സിലാക്കുവാനും ആത്മീക പക്വതയോടെ കാര്യങ്ങളെ ഉൾക്കൊള്ളുവാനും ദൈവം ആ ഒരു ധൈര്യവും ബോൾഡ്നെസ്സും കൊടുക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ ന്യായാധിപ സംഘത്തിൽ നിന്ന് പുറത്തു പോകുവാൻ കൽപ്പിച്ചിട്ട് അവർ തമ്മിൽ ആലോചിച്ചു. ഞാൻ ആ വാക്യം ഒന്ന് പ്രൊജക്ട് ചെയ്യാം. പുറത്തു പോകുവാൻ കൽപ്പിച്ചിട്ട് അവർ തമ്മിൽ ആലോചിച്ചു. ഇവരെ ഒന്നും പിടിക്കുവാൻ പറ്റുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അവരെ ഒന്ന് പുറത്താക്കാൻ പറഞ്ഞിട്ട് അവർ തമ്മിൽ ആലോചിക്കുക, എന്ത് ചെയ്താൽ ഇവരെ നമുക്ക് പെർമനന്റ്ലി ഫിക്സ് ചെയ്യാൻ പറ്റും, ഈ മനുഷ്യരെ എന്ത് ചെയ്യേണ്ടു, പ്രത്യക്ഷമായ ഒരു അടയാളം അവർ ചെയ്തിരിക്കുന്നു എന്ന് യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവർക്കും പ്രസിദ്ധമല്ലോ, നിഷേധിക്കാൻ നമുക്ക് കഴിയത്തില്ല. കാര്യം ഈ സൗഖ്യം പ്രാപിച്ചാൻ ഇവരുടെ നടുക്ക് നിൽക്കുക. അവനെ ഇവർക്കെല്ലാം അറിയാവുന്നത് അമ്മയുടെ ഉദരം മുതൽ മുടന്തനായിരുന്ന ഒരു മനുഷ്യനാണ്. അവനിവിടെ തുള്ളിച്ചാടി ഇവരുടെ നടുക്ക് നിൽക്കുക. നിഷേധിക്കാൻ കഴിയത്തില്ല. എങ്കിലും അത് ജനത്തിൽ അധികം പരക്കാതിരിപ്പാൻ അവർ യാതൊരു മനുഷ്യനോടും ഈ നാമത്തിൽ ഇനി സംസാരിക്കരുതെന്ന് നാം അവരെ തർജ്ജനം ചെയ്യണം എന്ന് പറഞ്ഞു. കണ്ടില്ലേ, ഇത് മഹാപുരോഹിതന്മാരുടെ ആ ഒരു ഗ്രൂപ്പ്. അവർ ചേർന്നിട്ടൊരു തീരുമാനമെടുക്കുക, നമുക്കിത് ഡിനൈ ചെയ്യാൻ കഴിയത്തില്ല. കാര്യം ഇവൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്ന ഇവരെല്ലാം കണ്ടിരിക്കുക. അത് ജനത്തിൽ അധികം പകരരുത്, അത് പരക്കാതിരിപ്പാൻ. എന്താ പരന്നാൽ കുഴപ്പം? പരന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേര് ഈ കാര്യം വിശ്വസിക്കും. കർത്താവിനെ ക്രൂശിച്ചതിന്റെ കാരണം വരെ വിചാരണ ചെയ്യും. ഒരു പക്ഷെന്നുണ്ടെങ്കിൽ മഹാപുരോഹിതനും പുരോഹിതനും ഒക്കെ അത് പിന്നീട് പ്രോബ്ലമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവരുടെ പ്രസ്ഥാനത്തെയും അവരെടുത്തിരിക്കുന്ന തീരുമാനങ്ങളെയും ഒക്കെ താങ്ങി നിർത്തണം. അതുകൊണ്ട് ഇത് അധികം ജനം അറിയാൻ ഇടയാക്കല്ല. ഇവരിൽ കൂടെ നടക്കുന്ന അത്ഭുതങ്ങൾ എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യണം. ഇവരെ തന്നെ കഴിയുന്നുണ്ടെങ്കിൽ തട്ടിക്കളയണം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇതാരായി തീരുമാനം എടുക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ടോ? പുരോഹിതന്മാരും മേലാളന്മാരുമാണ്. ഇതേ സംഗതി ഇന്നും ആപ്ലിക്കബിൾ ആണ്. ഇത് ഒരിക്കൽ നടന്ന സ്റ്റോറി അല്ല. ഇത് സാത്താൻ അപ്ലൈ ചെയ്തിരിക്കുന്ന ഒരു രീതിയാണ്. അത് ഇന്നും അങ്ങനെ തന്നെ, അന്നും ഇങ്ങനെ തന്നെ. ഇന്നും നമ്മളെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ തന്നെ നടക്കും.
ഈ നാമത്തിൽ ഇനി സംസാരിക്കരുത്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മിണ്ടുകയെ ചെയ്യരുത്, ഇനി സംസാരിക്കരുത്. നാം അവരെ തർജനം ചെയ്യണം. സ്ട്രിക്റ്റ് ആയിട്ട് വാർണിംഗ്. ഇനി അങ്ങനെ നിങ്ങളെ കണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അകത്ത് തള്ളും, ഒരു പുതിയ കേസ് അവരുടെ പേരിൽ ഉണ്ടാക്കുമെന്ന് പറയുക. അങ്ങനെ തർജനം ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ അവരെ വിളിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കുകയും അരുത് എന്ന് കൽപ്പിച്ചു. അതിന് പത്രോസും യോഹന്നാനും, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പീൻ. ഞങ്ങൾ നിങ്ങളെക്കാൾ ഏറെ ദൈവത്തെ ഭയപ്പെടുന്നു. ഞങ്ങളുടെ ജീവനെ ഞങ്ങൾക്ക് ഭയമില്ല. ഞങ്ങൾക്ക് ഈ ലോകത്തിലുള്ള ഒരു പ്രശ്നവും അല്ല, ഒരു പ്രതിസന്ധികളും അല്ല ഞങ്ങളുടെ വിഷയം. ഞങ്ങൾക്ക് ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുവാൻ കഴിയത്തില്ല. ഇങ്ങനെ പറയുവാൻ ധൈര്യമുള്ളവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഒരു ബോൾഡ്നെസ് ഇന്ന് നമുക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു, ആഗ്രഹിക്കുന്നു, അതിനായിട്ട് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പീൻ. ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം പറഞ്ഞു. സ്ട്രെയിറ്റ് ബോൾഡ്നെസ്സോടുകൂടി, ആ ധൈര്യത്തോടുകൂടി അവരോട് പറയുക. മഹാപുരോഹിതനോട് പറയുക, ആ അന്നത്തെ ഏറ്റവും വലിയ അധികാരിയോട് പറയുക, ഞങ്ങൾ കണ്ണും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നതല്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ ഈ സംഭവിച്ച കാര്യം കൊണ്ട് എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാൽ അവരെ ശിക്ഷിക്കുന്നതിന് ജനനിമിത്തം വഴിയൊന്നും കാണായികൊണ്ട് അവർ പിന്നെയും തർജനം ചെയ്ത് അവരെ വിട്ടയച്ചു. അവരെ വിട്ടയക്കാനായിട്ട് നോക്കിയാണ്, അവരെ വാണിംഗ് കൊടുത്ത് വിട്ടയക്കുക. ജനനിമിത്തം ഇവരെ ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുന്നില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത്ഭുതം പ്രാപിച്ചവൻ അവരുടെ മുന്നിൽ നിൽക്കുകയാണ്. ഈ അത്ഭുതത്താൽ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ 40-ൽ അധികം വയസ്സുള്ളവനായിരുന്നു. 30 വയസ്സിന് മേപ്പോട്ട് ഉള്ള ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അവൻ പറയുന്നത് അംഗീകരിക്കാം എന്ന് അവരുടെ ഇടയിൽ ഒരു ചൊല്ലുണ്ട്. അങ്ങനെ ഒരു സിദ്ധാന്തമുണ്ട്. ഒരു കാര്യം വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ 30 വയസ്സിന് മേപ്പോട്ടുള്ളവനാണെന്നുണ്ടെങ്കിൽ അവൻ പറയുന്നതിന് വേറെ സാക്ഷികളുടെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇവിടെ എടുത്തു പറയുന്നത്, ഈ അത്ഭുതത്താൽ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ 40-ൽ അധികം വയസ്സുള്ളവനായിരുന്നു. അത് കണ്ടിരിക്കുക, എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. ഇത് അബ്നോർമലി സംഭവിച്ചതൊന്നുമല്ല. അതുകൊണ്ട് യാതൊരു വിധത്തിലും ആ കാര്യം അവർക്ക് നിഷേധിക്കുവാനായിട്ട് കഴിയത്തില്ല. എന്നാൽ ഈ സംഭവിച്ച കാര്യം കൊണ്ടും എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാൽ അവരെ ശിക്ഷിക്കുന്നതിന് ജനനിമിത്തം വഴിയൊന്നും കാണായികൊണ്ട് അവർ പിന്നെയും തർജനം ചെയ്ത് അവരെ വിട്ടയച്ചു. ജനമെല്ലാം ഇത് മനസ്സിലാക്കി അവരുടെ അടുക്കൽ തിരിഞ്ഞിരിക്കുമ്പോൾ മേലാളന്മാർക്ക്, പുരോഹിതന്മാർക്ക്, അല്ലെന്നുണ്ടെങ്കിൽ തീരുമാനമെടുക്കുന്നവർക്ക് അതിനെതിരായിട്ട് തിരിയുവാൻ കഴിയത്തില്ല. ഈ ഒരു സിറ്റുവേഷനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ജനം ഇതിനെതിരായിട്ട് തിരിയുവാനായിട്ട്, ജനം കർത്താവിന്റെ ക്രൂശിന്റെ സാക്ഷികളായിട്ട് നിൽക്കുവാൻ, ജനം ഒട്ടടങ്കം ഈ സത്യം മനസ്സിലാക്കി കർത്താവിന്റെ സാക്ഷികളായിട്ട് നിൽക്കുമ്പോൾ തന്നെത്താനെ കോട്ടകൾ തകരും, തന്നെത്താനെ പ്രസ്ഥാനങ്ങളൊക്കെ നേർവഴിക്ക് വരും, സത്യമാർഗത്തിലേക്ക് വരും. ക്രിസ്ത്യാനിറ്റിയിൽ ഒരു ഫിനോമിനൽ ചേഞ്ച് ഉണ്ടാകും. ക്രിസ്ത്യാനിറ്റി മുഴുവനും ഒരു ഭയങ്കര അഴിച്ചുപണി ഉണ്ടാകും. കർത്താവിന്റെ വരവിന് മുമ്പ് കേരളക്കരയിൽ അത് സംഭവിക്കും എന്ന് ഞാൻ വാസ്തവമായിട്ട് ആഗ്രഹിക്കുന്നു. കാര്യം സത്യം മനസ്സിലായപ്പോൾ, അതിന്റെ ആരംഭ ദശയിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലായപ്പോൾ സകലതും വിട്ടിട്ടിറങ്ങിയ പിതാക്കന്മാരുടെ 3-ാമത്തെയും 4-ാമത്തെയും തലമുറയാണ് നമ്മൾ. അതുകൊണ്ട് ഈ സത്യം മനസ്സിലാക്കുമ്പോൾ ആയിരങ്ങൾ ഈ സത്യത്തിലേക്ക് വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേരളക്കരയിൽ ഒരു വലിയ പരിശുദ്ധാത്മ പ്രവൃത്തി ഉണ്ടാകും എന്ന് ഞാൻ വാസ്തവമായിട്ട് വിശ്വസിക്കുന്നു. ആയിരങ്ങൾ ഇതിലേക്ക് വരുമെന്നും ഈ സത്യത്തിന്റെ സാക്ഷികളായി നിൽക്കുവാൻ അവരെ തന്നെ സമർപ്പിക്കുമെന്നും ഞാൻ വാസ്തവമായിട്ട് വിശ്വസിക്കുന്നു. 2024 അതിന്റെ ഒരു തുടക്ക വർഷമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഈ അത്ഭുതത്താൽ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ 40-ലധികം വയസ്സുള്ളവനായിരുന്നു. വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞത് എല്ലാം അറിയിച്ചു. പത്രോസും യോഹന്നാനും അവരുടെ കൂട്ടാളികൾ അവര് സാധാരണ കൂടി വരുന്നത് സെഹിയോൻ മാളിക മുറിയിലാണ്. അവിടെ വെച്ചാണ് അവര് ചേർന്നിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരുടെ മേൽ വ്യാപരിക്കുന്നതും അവിടെ തിരുവത്താഴ് ഒരുക്കുന്നതും ഒക്കെ അവിടെ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവിടെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അവരെ ചെന്ന് അറിയിച്ചു. പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ആയിട്ട് ഒരു വലിയ ഗ്രൂപ്പ് അവരോടൊപ്പം ഉണ്ട്. 3000 പേര് സ്നാനമേറ്റവർ അവരോടുണ്ട്. കൂടാതെ ഒത്തിരി പേര് ഈ സത്യം മനസ്സിലാക്കി അവരോട് ചേർന്ന് നിൽക്കുന്നവരുണ്ട് ഈ സത്യം അനുസരിക്കുവാനായിട്ട്. ഇതെല്ലാം ദൈവം അവരെ വിളിച്ച് വേർതിരിച്ചിരിക്കുക. ദൈവിക കൽപ്പനയും അവർക്ക് കൊടുത്തിരിക്കുന്ന അനുഗ്രഹവുമാണ്. ഇതൊന്നും ജാതികളല്ലെന്ന് മനസ്സിലാക്കണം. ഇതെല്ലാം യഹൂദനാണ്.
എന്തിനാ യഹൂദൻ വിശ്വസിക്കുന്നത്? അവരുടെ പിതാക്കന്മാർ മുതലേ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ നിവർത്തീകരണം നടക്കുക. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ. അവർ ഒന്നിച്ച് പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥനയെന്ന് നോക്കിയേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് അവരെ ഒരു ദിവസം തടവിൽ വെച്ചിരുന്നു. പിറ്റേ ദിവസം വാണിങ് കൊടുത്ത് തർജ്ജനം ചെയ്ത് അവരെ അയച്ചു എന്ന് അവരുടെ കൂട്ടുകാരോട് ചെന്ന് പറയുമ്പോൾ, ശിഷ്യന്മാരോട് ചെന്ന് അറിയിക്കുമ്പോൾ, അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ടു. ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ ഈ ലോകത്തിൽ നമുക്കൊന്നും ചെയ്യുവാനുള്ള കഴിവില്ല. നമ്മൾ അശക്തരാണ്, നമ്മൾ അല്പമേ ശക്തിയുള്ളവരാണ്. എന്നാൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവായ യേശു ക്രിസ്തു, കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്, സകലം ഉണ്ടാക്കിയ നാഥനെ. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായി അവന്റെ അഭിഷിക്തന് വിരോധമായി ഒന്നിച്ചുകൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തവനെ. സങ്കീർത്തനത്തിൽ കൂടി ദാവീദ് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം ഉദ്ധരിച്ചിട്ട് അവിടെ പ്രാർത്ഥിക്കുക. ഇത് നടക്കുമെന്ന് മുന്നമേ പ്രാവചനിക ഭാഷയിൽ ദാവീദ് പറഞ്ഞിരിക്കുന്ന ആ ഭാഗം ഉദ്ധരിച്ചിട്ട് പറയുക, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഹെരോദാവും പൊന്തിയാസ് പിലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി ഇവരെല്ലാവരും കർത്താവിനെതിരായിട്ട് തിരിഞ്ഞിരിക്കുക. ഈ ലോകവും ഇവിടുത്തെ പ്രസ്ഥാനങ്ങളും ഇവിടുത്തെ മതവും ഇവിടുത്തെ എല്ലാ സംഗതികളും ദൈവത്തിനെതിരെ തിരിഞ്ഞിരിക്കുക. സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. ഇപ്പോഴോ കർത്താവെ അവരുടെ ഭീഷണികളെ നോക്കണമേ. ഇവിടെ അവർ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുക, ശിഷ്യന്മാർ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുക, അവരുടെ ഭീഷണികളെ നോക്കണമേ. സൗഖ്യമാകുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആയി ഈ പ്രാർത്ഥന. ഇവർ ഒന്നിച്ച് കൂടി കഴിഞ്ഞപ്പോൾ ഇവർ പ്രാർത്ഥിച്ചത്, മഹാപുരോഹിതൻ ഞങ്ങൾക്കെതിരായിട്ട് നോട്ടീസ് തന്നിട്ടുണ്ട്, കർത്താവെ ഞങ്ങൾ ഇനി അങ്ങനെ സംസാരിക്കാൻ ഇടയാകല്ലേ എന്നല്ല. ഞങ്ങൾ ബൈ ചാൻസ് എവിടെയെങ്കിലും നിന്ന് സംസാരിച്ചാൽ ഞങ്ങളെ പോലീസ് കാണരുത്, അല്ലെ അവർ ഞങ്ങളെ പിടിക്കരുത്, ഞങ്ങളെ ഉപദ്രവിക്കല്ല. ഒരു ഉപവാസം പ്രഖ്യാപിച്ച് 21 ദിവസം ഉപവാസം ഇരിക്കുകയല്ല. അതിനെതിരായിട്ടൊന്നുമല്ല ഇവർ പ്രാർത്ഥിക്കുന്നത്. ഇവർ പ്രാർത്ഥിക്കുന്നത് ഇത്രയേ ഉള്ളൂ, കർത്താവെ നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഹല്ലേലൂയ. ഇവിടുത്തെ പ്രാർത്ഥന, ഞങ്ങൾക്ക് ധൈര്യം തരണമേ. നീ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ചെയ്യുവാൻ, നിന്റെ വചനം പ്രസ്താവിക്കുവാൻ, ഉലകമെല്ലാം പോയി സുവിശേഷം അറിയിപ്പാനെന്ന് ഞങ്ങളോട് കൽപ്പിച്ചല്ലോ. ആ സുവിശേഷം അറിയിക്കുവാൻ വേണ്ടുന്ന കൃപ ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന നിയമപ്രകാരവും വചനപ്രകാരവും ആണെന്നുണ്ടെങ്കിൽ മറുപടി അന്നേരം അയക്കും. ദൈവം പ്രാർത്ഥന അന്നേരം കേൾക്കുക. പ്രാർത്ഥന കേട്ടു എന്നുള്ളതിന്റെ മറുപടിയാണ് അടുത്ത വാക്യത്തിൽ പറയാ, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. ഹല്ലേലൂയ. പ്രാർത്ഥന ദൈവഹിതപ്രകാരവും ദൈവവചനപ്രകാരവും ദൈവം കൽപ്പിച്ചിരിക്കുന്ന പ്രകാരവും ആണെന്നുണ്ടെങ്കിൽ അന്നേരമേ പ്രാർത്ഥിച്ച ആമീൻ പറയുന്നതിന് മുൻപായിട്ട് അവിടെ മറുപടി അയക്കുക. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ഹല്ലേലൂയ. ഇക്കാലത്തും അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങളെ വചനപ്രകാരം ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മൾ ഏതെങ്കിലും വചനം എടുത്തിട്ട് ഏതെങ്കിലും കാലത്ത് കൊടുത്തിരിക്കുന്ന ഉപദേശങ്ങൾ എടുത്തിട്ട് ഈ കാലത്ത് അത് നടപ്പാക്കാൻ കർത്താവോട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പക്ഷെ നടപ്പായെന്ന് വരത്തില്ല. നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളും നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നതും പ്രകാരം നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തെ അറിയിച്ച് പ്രാർത്ഥിക്കണം. അത് അന്നും അങ്ങനെയാണ്, അതിന് മുൻപും അങ്ങനെയാണ്, ഇന്നും അങ്ങനെ. ഉദാഹരണത്തിന് ഏലിശ പ്രവാചകൻ, നിങ്ങൾക്ക് രാജാക്കന്മാരുടെ പുസ്തകം 1 രാജാക്കന്മാർ 18-ാം അധ്യായം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അവിടെ ആഹാബിന്റെ കാലത്ത് അവിടെ കർമ്മേൽ പർവ്വതത്തിൽ വെച്ച് ഏലിശ പ്രവാചകൻ പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഞാൻ ആ വാക്യം ഒന്നൊന്ന് പ്രൊജക്ട് ചെയ്യാം. രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യം. അവിടെ ഏലിശ പ്രവാചകൻ ബാലിന്റെ വിഗ്രഹങ്ങളും എലിശ പ്രവാചകൻ സ്വർഗത്തിലെ യഹോവയെ നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന യാഗപീഠം പണിത് യാഗപീഠത്തിന്മേൽ കാളയെ അർപ്പിച്ച്
ദൈവത്തെ നോക്കി സ്വർഗത്തിലോട്ട് നോക്കി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായി കാണിക്കുന്നത്. ഇവിടെ പറയാ, ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്ത് ചെന്ന് അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ഇസ്രായേലിന്റെയും, അതായത് യാക്കോബ്, ഇസ്രായേലിന്റെയും ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തുവെന്നും വെളിപ്പെട്ടു വരുമാറാകട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥന കേട്ടോ, എന്തോ പ്രാർത്ഥന എന്നറിയാമോ? പ്രാർത്ഥിക്കുവാനായിട്ട് പറയുന്നത്, കർത്താവേ ഞാൻ നിന്റെ കൽപ്പന പ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്. ഒന്ന് പറയുന്നത്, നീ ഇസ്രായേലിന്റെ ദൈവം എന്ന് ഈ ജനം അറിയണം. ഇവർ ബാലിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവരാ. നീ ഇസ്രായേലിന്റെ ദൈവമെന്ന് ഈ ജനം അറിയണം. 2, ഞാൻ നിന്റെ ദാസൻ എന്നിവരറിയണം. 3, ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ഇതൊക്കെയും ചെയ്യുന്നു എന്നിവരറിയണം. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ആമീൻ പറയുന്നതിന് മുമ്പായിട്ട് തീ അതിന്റെ മേലെ ഇറങ്ങുക. അതിന്റെ അടുത്ത വാക്യം കണ്ടില്ലേ? അടുത്ത വാക്യം, ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ച് തോട്ടിലെ വെള്ളവും വറ്റിക്കളഞ്ഞു. പ്രാർത്ഥന ദൈവഹിതപ്രകാരമാണെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച ആശീർവാദം ആമീൻ പറയുന്നതിന് മുമ്പേ ദൈവം അതിന് മറുപടി അയക്കും. ഇവിടെ ഇവരുടെ പ്രാർത്ഥന ഇതായിരുന്നു, കർത്താവെ നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേന് അവിടെ അവരിരുന്നിടം കുലുങ്ങുകയാണ്. ഈ കാലഘട്ടത്തിലും അതുപോലെ നമ്മുടെ ആവശ്യങ്ങൾ, കർത്താവെ നിന്റെ ക്രൂശ് പ്രസംഗിക്കുവാൻ വേണ്ടുന്ന കൃപ എനിക്ക് തരണമേ എന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കാട്ടെ. ദൈവം പ്രത്യേക കൃപകൾ നിങ്ങളുടെ മേൽ പകരും. ഹല്ലേലൂയ. എനിക്ക് സൗഖ്യം തരണം, എനിക്ക് ആ അനുഗ്രഹം വേണം, ഈ അനുഗ്രഹം വേണം, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും ഒരു ഗ്യാരണ്ടിയും ഇല്ല നമുക്ക് കിട്ടുമെന്നുള്ളത്. കാര്യം അത് നമുക്ക് ഈ കാലഘട്ടത്തിലേക്ക് തന്നിരിക്കുന്നതല്ല. അത് യഹൂദനോടും അവരുടെ പ്രമാണത്തോടും ദൈവരാജ്യം എന്ന വ്യവസ്ഥയിലും ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. സ്വർഗരാജ്യത്തിലേക്ക് അവർക്ക് അനുഗ്രഹങ്ങളും ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരോട് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ അത് ലഭിച്ചു എന്ന് വിശ്വസിച്ചു കൊള്ളുവീൻ. അതെല്ലാം അവരോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, പ്രാർത്ഥനയിൽ എന്ത് അപേക്ഷിച്ചാലും അത് നിങ്ങൾക്ക് ലഭിക്കും. ഇതെല്ലാം അവരോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇന്ന് അതൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കാലഘട്ടം ഏതാണ്, ജനം ഏതാണ്, വീണ്ടെടുപ്പും വിടുതലും ഏതാണെന്ന് മനസ്സിലാകാതെ പ്രാർത്ഥിച്ചാൽ വചനപ്രകാരം, വചനമാണ് പ്രശ്നമുണ്ടെങ്കിൽ ആരോട് പറഞ്ഞിരിക്കുന്നു എന്നുള്ള വ്യവസ്ഥ പ്രകാരം പ്രാർത്ഥിച്ചാലേ നമുക്കതിന് മറുപടി ലഭിക്കത്തുള്ളൂ. ഇവിടെ നാം വായിച്ചു കേട്ട ഭാഗം, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. അവരുടെ ഒരു ക്വാളിറ്റി കണ്ടോ? കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ആജീവനാന്തകാലം ആയുരാരോഗ്യ സൗഖ്യത്തോടെ വാഴുന്ന പ്രസ്ഥാനമല്ലാതെ അവർക്കറിയാം കർത്താവ് വരാൻ പോവുകയാണ്. അവരുടെ കാലഘട്ടത്തിൽ തന്നെ വരുമെന്ന് പറഞ്ഞിരിക്കുക. നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെ ചുറ്റി സഞ്ചരിക്കുന്നതിന് മുൻപ് ഞാൻ മടങ്ങി വരുമെന്ന് പറഞ്ഞിരിക്കുക. അത്ര ഇമ്മിനന്റ് ആയിട്ട് നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിന്റെ അഷുറൻസ് ഉള്ളതുകൊണ്ട് വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയം. അവർക്ക് വേറെ ഒന്നും പ്രശ്നമല്ല. അവിടുത്തെ പൊളിറ്റിക്സോ അവരുടെ ഇടയിലെ വിഷയങ്ങളോ ഒന്നും അവർക്ക് വിഷയമല്ല. ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. എല്ലാം നമ്മുടേതാണ്, എന്റേതെന്ന് ആരും പറഞ്ഞില്ല. സകലവും അവർക്ക് പൊതുവായിരുന്നു. ഇവിടെ പൊതുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവനും വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ വിറ്റിട്ടില്ല എന്നുണ്ടെങ്കിൽ ആർക്കും ഏത് സമയവും ഉപയോഗിക്കാവുന്ന രീതിയിൽ അത് ഫ്രീ ആണ്. ഇന്നത്തെ പോലെ ഓരോരുത്തരുടെയും കസ്റ്റഡിയിൽ അവരുടെ താഴിട്ട് പൂട്ടി വെച്ചിരിക്കുകയല്ല, എല്ലാം ഓപ്പൺ ആണ്. അപ്പോസ്തലന്മാർ മഹാശക്തിയോട് കർത്താവായ യേശുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. ഇവിടെ ഈ കൃപ ലഭിച്ചിരുന്നു എന്നൊക്കെ പറയുന്നത് ദൈവം അവർക്ക് അനുഗ്രഹങ്ങളെയും ദൈവിക കരുണ അവരുടെ മേലുണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. മുട്ടുള്ളവർ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. ആരും പ്രയാസമുള്ളവർ ആരും ഉണ്ടായിരുന്നില്ല. കാര്യം ആർക്കും ആരുടെയും പ്രത്യേകിച്ച് എന്റേതെന്ന് പറയാനില്ല. എല്ലാവരും പൊതുവകയാണ്. നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥന്മാരായവരൊക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കും. എങ്ങനെ? മുഴുവനും മുട്ടുള്ളവരാരും അവരിൽ ഉണ്ടായിരുന്നില്ല. നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥന്മാരായവര് ഒക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കും. ഇതിൽ യാതൊരു തെറ്റും കാണിക്കാൻ പറ്റത്തില്ല. ഇതിൽ യാതൊരു ക്രമക്കേടും കാണിക്കാൻ പറ്റത്തില്ല.
ഒരാളൊന്ന് ക്രമക്കേട് കാണിക്കാമെന്ന് നോക്കിയതാണ്. അടുത്ത അധ്യായത്തിൽ നമ്മൾ പഠിക്കും. 5-ാമത്തെ അധ്യായത്തിൽ ഇവരുടെ മുന്നിൽ വന്നപ്പോഴേ വീണ് മരിച്ചു പോവുക സഫീറായും അനന്യാസും. ഇവിടെ മുഴുവനും വിറ്റ് അവരുടെ കാൽക്കൽ കൊണ്ടുവെക്കണം. നമ്മൾ ഈ പറയുന്നത് പോലെ ഇതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ വിശ്വസിക്കാം, പക്ഷെ ചില കട്ടിയായ കാര്യങ്ങൾ വരുമ്പോൾ വിശ്വസിക്കാൻ വലിയ പാടാണ്. നമുക്കത് ഫോളോ ചെയ്യാൻ വലിയ പ്രയാസം. അതിനെന്തെങ്കിലുമൊക്കെ നമ്മൾ തർക്കുത്തരങ്ങളും മറു ഉത്തരങ്ങൾ കണ്ടുവെക്കും. അത് എല്ലാം വിറ്റിട്ടില്ലായിരുന്നു, കുറച്ച് അവർക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ. അവരുടെ വീടുകളിൽ അതുകൊണ്ടാണല്ലോ പ്രാർത്ഥന നടന്നതെന്നൊക്കെ ചിലർ പറയാറുണ്ട്. ഉണ്ട്, പ്രാർത്ഥന നടന്നിട്ടുണ്ട്, വീടുണ്ട്, പക്ഷെ അതെല്ലാം പൊതുവകയെന്ന് എണ്ണിയിരിക്കുക. ഞങ്ങളുടെ വീടെന്ന് പറയുകയല്ല, എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വന്ന് കയറാവുന്ന രീതിയിൽ അത് പൊതുവകയായിരിക്കുക. കാര്യം അവർക്ക് ഈ ലോകത്തിൽ വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ല. കർത്താവിന്റെ വരവ് ഏത് സമയം ഒന്ന് നോക്കിയിരിക്കുക. അവര് ആ വിശ്വസ്തനായ ദാസനെ എന്നുള്ള പേരിന് ഓഹരിക്കാരായിട്ട് ഉത്സാഹിച്ച് മത്സരിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുക. ഈ ഉപദേശങ്ങളൊക്കെ നമ്മളിന്ന് പറയുമെങ്കിലും ഈ കാര്യങ്ങളൊന്നും വരുമ്പോൾ ഇല്ല കൊക്ക് വയലിന്റെ എന്താ പറയുന്നത് വരമ്പിന്റെ കരയ്ക്കിരുന്നുകൊണ്ട് കൊച്ച് കയ്പിനെയും പള്ളത്തിയൊക്കെ വരുമ്പോഴത്തേന് കൊത്തി അലക്കും. വലിയ വരാലും മുഷിയൊക്കെ ഇറങ്ങി വരുന്ന കാണുമ്പോഴത്തേന് കണ്ണടച്ചു മാറിയിരിക്കും എന്ന് പറഞ്ഞതുപോലെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളിത് കണ്ടിട്ടില്ല. മറ്റുള്ളതിനൊക്കെ നമ്മൾ ആവശ്യമില്ലാതെ ഭയങ്കര എംഫസിസ് കൊടുത്ത് ഭയങ്കരമായിട്ട് അത് ഫണ്ടമെന്റൽ ഡോക്ടറിനാണെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി അതിനു വേണ്ടിയിട്ട് നിൽക്കാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവർക്ക് ആർക്കും പിടികിട്ടുന്നില്ല, ഇതൊന്നും മനസ്സിലാകുന്നില്ല എന്താ എഴുതിയിരിക്കുന്നത്. പിന്നെ ഓരോരുത്തരും അവനവന്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും. അടുത്ത അധ്യായത്തിലോട്ടൊക്കെ കയറുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് എന്തുവാ വീതിക്കുന്നത്, ആരാ വീതിക്കുന്നത്, എന്ത് വിഭാഗിച്ചു കൊടുത്ത കാര്യമായി പറയുന്നതെന്നൊക്കെ അടുത്ത 5, 6, 7 കയറുമ്പോഴത്തേനും നമുക്ക് കാണാം. ഇവിടെ ഒരുത്തർക്കും ഒരു സ്വത്തുമില്ല, എല്ലാം പൊതുവകയാണ്. ഉള്ളതെല്ലാം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചിരിക്കുക. അപ്പോസ്തലന്മാരാണ് ഇത് വീതിച്ചു കൊടുക്കുന്നത്. ഇന്ന് കിറ്റിൽ കിട്ടുന്നത് മാതിരി അന്ന് ഓരോ കിറ്റ് കിട്ടുമായിരുന്നു അവരവർക്കുള്ളത്, അത്രേ ഉള്ളൂ. അവരവർക്കുള്ളത് അപ്പോസ്തലന്മാരാ വീതിച്ചു കൊടുക്കുന്നത്. 36 പ്രബോധനപുത്രൻ എന്ന അർത്ഥമുള്ള ബർന്നബാസ് എന്ന ഒരു അപ്പോസ്തലന്മാർ മറുപേർ വിളിച്ചിരുന്ന കുപ്രോസുകാരനായ യോസെഫ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. എന്തിനാ ഇത് പറയാൻ കാര്യം? എല്ലാവരും കാശുകൊണ്ട് അവിടെ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കുന്നുണ്ട്. പിന്നെന്തിനാ ഈ പ്രത്യേകിച്ച് ഈ യോസെഫിന്റെ കാര്യം പറയാൻ കാര്യമെന്നറിയാമോ? ഈ യോസെഫ് എന്ന് പറയുന്ന ആള് പ്രബോധനപുത്രൻ എന്ന അർത്ഥമുള്ള ബർന്നബാസ് എന്ന് അപ്പോസ്തലന്മാര് മറുപേർ വിളിച്ചിരുന്ന കുപ്രോസുകാരനായ യോസെഫ്. ഇദ്ദേഹം ഒരു ലേവ്യന്. ലേവ്യർക്ക് വസ്തു മേടിക്കാനുള്ള റൈറ്റ് ഇല്ല. ഇവർക്ക് യെരുശലേമിലോ യഹൂദിയിലോ വസ്തു മേടിക്കാൻ പറ്റത്തില്ല. മറ്റ് 11 ഗോത്രത്തിനും വസ്തു കൊടുത്തിട്ടുണ്ട്, വീതം വെച്ച് കൊടുത്തിട്ടുണ്ട്. ലേവ്യർക്ക് കൊടുത്തിട്ടില്ല. ഇവർക്ക് എവിടെ വേണമെങ്കിലും താമസിക്കാം. മറ്റുള്ളവർ അധ്വാനിച്ച് അവർ കൊടുക്കുന്ന ദശാംശത്തിൽ നിന്ന് വേണം ഇവർ ജീവിക്കാനായിട്ട്. ഇവർക്ക് പ്രത്യേകിച്ച് സ്ഥലങ്ങൾ കൈവശമാക്കുവാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇദ്ദേഹം ഇവിടെ നിന്ന് സൈപ്രസിൽ പോയി, വൈഫിന്റെ പേരിലായിരിക്കണം, കുപ്രോസിൽ പോയി വസ്തു മേടിച്ചു. വചനം കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് അദ്ദേഹത്തിന്റെ ഉള്ളിൽ കുത്തുകൊണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ പോയി അത് വിറ്റു. എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റു, പണം കൊണ്ടുവന്നു, അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നത് പ്രബോധനപുത്രൻ എന്ന അർത്ഥമുള്ള ബർന്നബാസ് എന്ന അപ്പോസ്തലന്മാർ മറുപേർ വിളിച്ചിരുന്ന കുപ്രോസ് ദ്വീപുകാരനായ യോസഫ്, സൈപ്രസുകാരനാണ്. അവിടുന്ന് ആ വസ്തു വിറ്റിട്ട് ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. ഇത്രയും കൊണ്ട് 4-ാമത്തെ അധ്യായം തീരുക. 5-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ അടുത്ത ആഴ്ചയിൽ കടക്കും. 5-ാമത്തെ അധ്യായത്തിൽ ആക്ച്വലി അനന്യാസും സഫീറയും ഒക്കെ വസ്തു വിൽക്കുന്നതും അവരുടെ അതിൽ ക്രമക്കേട് കാണിക്കുമ്പോൾ അവരെ വീണു മരിക്കുന്നതും അത് തുടർമാനമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. അതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഈ വിഷയത്തിൽ നമുക്കൊരു ഉറപ്പ് വരുവാനും എങ്ങനെ ദൈവം ഇവരോട് ഇടപെട്ടുകൊണ്ടിരുന്നു, പരിശുദ്ധാത്മാവിന്റെ ശക്തി എങ്ങനെ ഇവരുടെ മേൽ വ്യാപരിച്ചു കൊണ്ടിരുന്നു, കർത്താവ് ഇവരോട് കൽപ്പിച്ച അന്തിമ കൽപ്പന, ആ ഗ്രേറ്റ് കമ്മീഷൻ അവരെങ്ങനെ നിവർത്തിക്കുവാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരുന്നു എന്നൊക്കെ നമുക്ക് അടുത്ത് വരുന്ന അധ്യായങ്ങളിൽ കൂടെ അത് പഠിക്കുവാനും കാണുവാനുമായിട്ടും സഹായിക്കും. ദൈവം അതിനായിട്ട് നമ്മളെ ഒരുക്കട്ടെ. നിങ്ങൾ ഈ അധ്യായം വായിക്കുവാനായിട്ടും ഇവർക്ക് ലഭിച്ച ഈ ഒരു ആത്മീക ധൈര്യം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുവാനും ഇടയാകേണ്ടതിനായിട്ട് ദൈവത്തോട് വിശേഷാൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ നിങ്ങളോട് സ്നേഹത്തോട് അപേക്ഷിക്കുകയാണ്. ദൈവം നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ. നമ്മുടെ മുന്നിലുള്ളത് 20 മിനിറ്റാണ്. 15 മിനിറ്റ് കൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കുവാനായിട്ട് ശ്രമിക്കാം. ഒരു ചോദ്യം കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ലഭിച്ചിരുന്നു. ആ ചോദ്യത്തിനൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ, ചോദ്യമല്ല ശരിക്കും ഒരു പോയിന്റ്, ഒരു ഭാഗം വായിച്ചിട്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്നാണ് ചോദിച്ചിരുന്നത്. ആ ഭാഗം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. എഫേസ്യ ലേഖനം
4-ാം അധ്യായം അതിന്റെ 8-ാം വാക്യമായിരുന്നു വായിച്ച് എന്നോട് ചോദിച്ച ഭാഗം. എഫേസ്യ ലേഖനം അത് പെട്ടെന്നൊന്ന് വായിച്ച് എത്രത്തോളം അവന് മറുപടി പറഞ്ഞ് തീർക്കാൻ കഴിയുമെന്ന് അറിയത്തില്ല. എന്നാൽ 15 മിനിറ്റ് കൊണ്ട് പറയാവുന്ന മറുപടി ഞാൻ പറയാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യമായിരുന്നു ചോദ്യം. അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് പോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത്? അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് പോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. അതുപോലെ തന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് അടുത്ത 2 വാക്യങ്ങളോടുണ്ട്. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിന് മീതെ കയറിയവനും ആകുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം. ഇതെന്താണ്? ആരെക്കുറിച്ചാണ് പറയുന്നത്? ഇത് സ്വർഗത്തിൽ അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. ദൈവം ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് പറയുന്നു. അതിനുശേഷം പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് കയറിയവൻ സ്വർഗത്തിനും മീതെ കയറിയവൻ ആകുന്നു എന്ന് പറയുന്നു. ഇതെന്താണെന്ന് ശരിക്കും പിടികിട്ടുന്നില്ല. അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന് ഒരു സിസ്റ്റർ കഴിഞ്ഞ ആഴ്ചയിൽ ചോദിക്കുകയുണ്ടായി. അപ്പൊ അതിന്റെ മറുപടി പറയുവാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. എന്നാലും ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കണം. വചനത്തിലെ ഇങ്ങനെയുള്ള കോട്ടുകൾക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് ഇന്നതാണ് പറയുന്നത് എന്ന ചില വാക്കുകൾക്ക് നമുക്കൊരു ഡെഫിനറ്റ് മറുപടി പറയാൻ കഴിയത്തില്ല. പലർക്കും പല വിധമായ വ്യൂ പോയിന്റുകൾ ഇങ്ങനെയുള്ള വിഷയങ്ങളോടുള്ള ബന്ധത്തിലുണ്ട്. ഗ്രേസ് പേഴ്സ്പെക്റ്റീവിൽ ഇതിനെ എങ്ങനെയാണ് ജനറലി വിശ്വസിച്ചിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞ് തരുവാനായിട്ട് ശ്രമിക്കാം. അത് നിങ്ങൾക്ക് അനുഗ്രഹമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഈ വാക്യത്തിന്റെ കോണ്ടെക്സ്റ്റ് എന്താണ് നമ്മൾ മനസ്സിലാക്കണം. ഒരു വാക്യം നമ്മൾ ഇടയ്ക്ക് നിന്ന് ഒരു അധ്യായത്തിന്റെ നിന്ന് ഒരു വാക്യം അടർത്തിയെടുക്കുമ്പോൾ അത് എന്തിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് ശ്രദ്ധിക്കണം. ഇതിന്റെ കോണ്ടെക്സ്റ്റ് ആദ്യം മുതലേ നമ്മൾ മനസ്സിലാക്കണം. അതായത് എഫേസ്യ ലേഖനം മുഴുവനും എഴുതിയിരിക്കുന്നത് എഫെസോസിലെ സഭയുടെ ഒരു ആത്മീക മൂല്യച്യുതി ഉണ്ടാകുവാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേന് ജനം മറ്റുള്ള ദുരുപദേശങ്ങളിലേക്ക് പെട്ടുപോകാതിരിക്കുവാൻ എഫെസോസിലും ആസിയയിലും മുഴുവനുമുള്ള സഭകൾക്ക് എഴുതി അറിയിക്കുവാനും ദൈവവും അതായത് കർത്താവായ യേശു ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം, തലയും ശരീരവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് കാണിക്കുവാനായിട്ട് എഴുതിയിരിക്കുന്ന ഒരു ലേഖനമായ എഫേസ്യ ലേഖനം. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമാണിത്. അവിടെ പറയുമ്പോൾ ഞാൻ അതിന്റെ പശ്ചാത്തലം ഒരല്പം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും പെട്ടെന്ന്. അതായത് ആ കാര്യം അവിടെയുള്ള ജനങ്ങൾ, ആ സഭകൾ ആ ഒരു വിഷയം മനസ്സിലാക്കണം. ആ കൂടിവരവുകൾ, കോൺഗ്രിഗേഷനുകൾ, ആസിയ ദേശത്തുള്ള സഭകൾ മുഴുവൻ അത് മനസ്സിലാക്കണം. അവിടെ യേശു ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അവർ വാസ്തവമായിട്ടൊന്ന് മനസ്സിലാക്കണം. അതിനുവേണ്ടി പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. അതായത് തിരുവചനം എന്ന് പറയുന്നത് പഴയ നിയമ പുസ്തകങ്ങളാണ്. അന്ന് അത് അവർക്കുണ്ട്. അതിന് പ്രകാരം കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വരുമെന്നും കർത്താവ് ഇവിടെ വാഗ്ദത്ത പ്രകാരം ലോകത്തിലേക്ക് വരുമെന്നുള്ള വിഷയമെല്ലാം അവർക്കറിയാം. എന്നാൽ ഒരു പുതിയ ഉപദേശം, സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ മർമ്മം പൗലോസ് അപ്പോസ്തലൻ കൂടെ വെളിപ്പെടുത്തും എന്നുള്ളത് അന്ന് വരെ ആരും അറിഞ്ഞിരുന്നില്ല. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ 10 വരെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുക്കടുക്കായിട്ട് അത് മനസ്സിലാകും. അതിന്റെ 5-ാമത്തെ വാക്യത്തിലാണ് പറയുന്നത്, ആ മർമ്മം ഇപ്പോൾ തന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. അതോ ജാതികൾ സുവിശേഷത്താൽ, മനസ്സിലായോ, യേശു ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി തീരും, വാഗ്ദത്തത്തിൽ പങ്കാളികളായി തീരും. ഇതിനു മുൻപ് മറഞ്ഞിരുന്ന ഒരു മർമ്മമായിരുന്നു. അന്നു മുതൽ പൗലോസ് അപ്പോസ്തലനെ വിളിച്ച് ഈ ഒരു വേലയ്ക്ക് വേണ്ടി വേർതിരിച്ച് സ്വർഗത്തിൽ നിന്നും ഈ സ്വർഗീയ ദർശനങ്ങൾ ദൈവം വെളിപ്പാടായിട്ട് പൗലോസ് അപ്പോസ്തലന് കൊടുക്കുന്നതാണ് പോൾ ഈ പ്രസംഗിക്കുന്ന സുവിശേഷം. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലൂടെയുള്ള ഒരു രക്ഷയാണ്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചിരിക്കുന്നു എന്നുള്ളൊരു മനോഹരമായ സുവിശേഷമാണ്. അതിൽ പഴയ നിയമത്തിലെ ക്രമങ്ങളോ പ്രമാണങ്ങളോ കുർബാനകളോ കൂദാശയോ കുംഭസാരമോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള യാതൊരു സംഗതികളും അല്ല നമ്മളെ രക്ഷിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശാണ്. അത് സ്വർഗത്തിൽ അന്ന് വരെ മറഞ്ഞിരുന്ന ഒരു മർമ്മമാണ്. കൊലോസ്യ ലേഖനം 1:26 വായിച്ചാൽ നിങ്ങൾക്കത് കാണാം. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ തന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ട ഒരു സത്യം. ഇതൊരു മഹനീയമായ സ്വർഗീയ സത്യം ദൈവം വെളിപ്പെടുത്തുകയാണ്.
അതാണ് പോളിന്റെ സുവിശേഷം, അതാണ് പോളൈൻ റെവലേഷൻ. അത് പോൾ പ്രസംഗിക്കുക എന്ന് പറയുന്നത് ലോകമെമ്പാടും ഓടി നടന്ന് പ്രസംഗിക്കുക. എന്നാൽ അതിൽ കൂടി പോളിനെ കൊണ്ട് പോളിന്റെ ജീവകാലത്ത് ഇത് മുഴുവനും പ്രസംഗിച്ച് തീർക്കുവാനായിട്ടോ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ജനത്തെ മനസ്സിലാക്കുവാനോ മാനുഷികമായ പരിമിതികളുണ്ട്. അതുകൊണ്ട് ദൈവസഭയിൽ 5 ഉദ്യോഗങ്ങളെ അഡീഷണൽ ആയിട്ട് കൽപ്പിച്ചാക്കുക. അതാണ് നമ്മൾ ഈ വായിച്ച് കേട്ട 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ. അതിന്റെ 11 മുതൽ 15 വരെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചു. അതായത് അപ്പോസ്തലന്മാരായിട്ടും പ്രവാചകന്മാരായിട്ടും സുവിശേഷകനായിട്ടും ഇടയനായിട്ടും ഉപദേഷ്ടാക്കന്മാരായിട്ടും 5 ശുശ്രൂഷകൾ ദൈവം കൽപ്പിച്ചാക്കുക. ഇതിലെ 1ഉം 2ഉം ശുശ്രൂഷകൾ അപ്പോസ്തലനും പ്രവാചകനും ഇവരോടും ദൈവം സംസാരിക്കുവാൻ തുടങ്ങിയ ഈ മർമ്മങ്ങൾ അവരിൽ കൂടെയും വെളിപ്പെടുത്താൻ തുടങ്ങിയ. അതാണ് 5-ാം വാക്യത്തിൽ പറഞ്ഞത്. ആ മർമ്മം ഇപ്പോൾ തന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും പരിശുദ്ധാത്മാവിൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. ഇത് ഇവിടെ കൽപ്പിച്ചാക്കുന്ന അപ്പോസ്തലനും പ്രവാചകനും പഴയ നിയമത്തിൽ ആയിരുന്ന പ്രവാചകന്മാരെ അല്ല ഇവിടെ ഈ പ്രതിപാദിക്കുന്നത്. അവിടെ കൽപ്പിച്ചാക്കിയിരുന്ന അവിടെ അപ്പോസ്തലൻ എന്ന് പറയുന്നൊരു തസ്തികയെ പഴയ നിയമത്തിൽ ഇല്ല. ഇവിടെ പറയുകയാണ് ആ മർമ്മം ഇപ്പോൾ തന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും. മനസ്സിലാകുന്നുണ്ടോ? ഇത് സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ പദ്ധതിയെ ദൈവം ഓപ്പൺ ആക്കി ഇവർക്ക് കൊടുക്കുക. അതാണ് ഈ ഭാഗം. ഞാൻ ആ ഭാഗം കൂടെ ഒന്ന് വായിച്ചിട്ട് 1 മുതൽ വായിച്ചു വരുമ്പോൾ ഇതിനിടയ്ക്ക് എങ്ങനെയാണ് അത് ഫിറ്റ് ആകുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മൾ വായിച്ചത് എഫേസ്യ ലേഖനം അതിന്റെ 11-ാമത്തെ വാക്യം മുതലാണ് നമ്മൾ വായിച്ചത്. അതിന്റെ 1-ാമത്തെ വാക്യം മുതൽ ഞാനൊന്ന് വായിക്കാം. 11-ാമത്തെ വാക്യം മുതൽ തന്നെ വായിക്കാം. അപ്പോൾ എന്തിനാണ് അവരെ നിയമിച്ചത് നമുക്ക് കാണാം. അത് കണ്ടിട്ട് പോകാം. ഇവിടെ പറയുകയാണ്, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ആര്? ദൈവം. എവിടെ? ദൈവസഭയിൽ. എന്തിന്? ഈ ശുശ്രൂഷകൾ എന്തിന് കൽപ്പിച്ചാക്കിയെന്ന് അടുത്ത വാക്യത്തിൽ പറയുക. നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും ഉള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം ഈ മഹനീയ സത്യം എന്താണെന്ന് മനസ്സിലാക്കാനും അത് പരിജ്ഞാനത്തോട് മനസ്സിലാക്കുവാനും മറ്റുള്ളവരോട് പ്രസ്താവിക്കുവാനും വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായിട്ടുള്ള, അതായത് നമ്മുടെ റിസ്റ്റോറേഷനായിട്ടുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കും, ബോഡി ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ആത്മീക വർധനയ്ക്കുമാകുന്നു കാര്യം. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാൽ, കാര്യം ഇവിടെ ഭയങ്കര ദുരുപദേശങ്ങളും മനുഷ്യരുടെ ചതിയും നടക്കിയ ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാതിരിപ്പാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞ് ഉഴലുന്ന ശിശുക്കളായിരിക്കാതെ, ഭയങ്കര ദുരുപദേശത്തിന്റെ തള്ളിക്കയറ്റം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പോൾ ജയിലിൽ കിടക്കുക. ഇവിടെ നിന്നും എപ്പഫ്രാസിനെ ഫിലമോന്റെ ചർച്ചിൽ നിന്ന് പോളിനെടുക്കൽ റോമിലേക്ക് അയച്ചിരിക്കുക. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പോൾ ഇവർക്ക് എഴുതി അയക്കുക. ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാതിരിപ്പാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. നമ്മൾ സഭയ, ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ശരീരമാണ്. നമ്മൾ തലയെന്ന ക്രിസ്തുവോളം വളരുവാൻ, നമ്മളെ ആ ഒരു ആത്മീക ഉത്തരവാദിത്വത്തിൽ മുന്നോട്ട് കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കുമായി ഈ പൊസിഷൻ എല്ലാം ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുക. ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവാൻ. മനസ്സിലായോ? ഇതിനു വേണ്ടിയിട്ട് ഈ പൊസിഷനുകളെ ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുക. ഇവരിൽ കൂടിയാണ് ഈ കാര്യങ്ങൾ, ഇവരാണ് ഈ 13 ലേഖനം നമുക്ക് എഴുതി തരുന്നത്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഇവർ അന്യഭാഷയിലാണ് ദൈവത്തോട് സംസാരിച്ചിരുന്നത്. ഇവർ ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷയാ ആ അന്യഭാഷ. അത് വെളിപ്പെടുത്തുവാനായിട്ട് ദൈവം ആത്മീക വരങ്ങളെ സഭയിൽ കൊടുത്തിരിക്കുക. അവനതിനെ വ്യാഖ്യാനിക്കുക.
അതിനാണ് പോൾ പറയുന്നത്, ഞാൻ നിങ്ങളെക്കാൾ ഉപരിയെ അന്യഭാഷയിൽ സംസാരിക്കുന്നു. ദൈവവുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഭാഷയാണ്. ആ സ്വർഗീയ വെളിപ്പാടുകൾ വെളിപ്പെടുത്തി തരുന്ന ഒരു ഭാഷയാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും നമ്മുടെ കോണ്ടെക്സ്റ്റ് ഇതിനിടയിലെ 8ാമത്തെ വാക്യമാണ്. ഞാൻ അതൊന്ന് മനസ്സിലാകാനായിട്ട് 1 മുതൽ അല്പം കൂടെ ഒന്ന് വായിച്ചു വരുമ്പോൾ അത് കുറെ കൂടെ പിടികിട്ടും. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം. ഇതെല്ലാം നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും. ഇവിടെ നമുക്ക് വേറെ ഒന്നും ഒരു വിഷയമാകല്ല, ഒരു പ്രശ്നങ്ങളും നമുക്കൊരു പ്രശ്നമാകല്ല. ദൈവമാണ് നമ്മുടെ വിഷയം. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറഞ്ഞിരിക്കുക. നമ്മൾ മേൽപോട്ട് പോകാൻ പോവുക. നമ്മുടെ കർത്താവിനെ നമ്മൾ സ്വർഗത്തിൽ സന്ധിക്കുവാൻ പോവുക. നാം നിത്യം സ്വർഗത്തിൽ വാഴാൻ പോവുക. ഈ ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും നമ്മൾ ഇഗ്നോർ ചെയ്യണം. സ്നേഹത്തിൽ സൗമ്യതയുടെ ദീർഘക്ഷമയോടും നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ചെയ്യണം. ഇവിടെ നമുക്ക് ആരെയും മസിൽ പിടിച്ച് കാണിക്കണ്ട. ഇവിടെ ജാഥ നടത്തിയും റാലി നടത്തിയും ഇവിടെ നമ്മുടെ ബലം കാണിച്ചും ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുകയും. ആത്മാവിന്റെ ഐക്യത അതാ ഇവിടുത്തെ വിഷയം. അത് പറഞ്ഞിട്ട് പറയാം, നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായിട്ട് വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെ ഉള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ഇവിടെ എല്ലാം ഐക്യതയെക്കുറിച്ചാണ്, പരിശുദ്ധാത്മാവിന്റെ ഐക്യതയെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് വേറൊന്നും വിഷയമായിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് 7ാമത്തെ വാക്യത്തിൽ പറയാം, എന്നാൽ നമ്മിൽ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിന് ഒത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. എല്ലാവർക്കും ഒരുപോലെ അളന്ന് ഒരേ കൃപ അങ്ങ് കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. നമ്മിൽ ഓരോരുത്തരെയും നമ്മെ നന്നായി അറിയുന്ന ദൈവമാണ്. നമ്മിൽ പരമേൽപ്പിച്ചിരിക്കുന്ന താലന്ത് അറിയാവുന്നത് ദൈവമാണ്. ഓരോരുത്തർക്കും ദൈവം അവരവരുടേതായിട്ടുള്ള കൃപ കൊടുത്തിരിക്കുക. എന്നാൽ നമ്മിൽ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിന്, ഇത് ദൈവത്തിനെ അറിയത്തുള്ളൂ. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ അളവിനനുസരിച്ച് ഒത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുക. ഓരോരുത്തർക്കും ഓരോ കൃപയാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. അത് പറഞ്ഞിട്ട് അടുത്ത ഒരു വാക്യത്തിലാണ് ഈ നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ വിഷയമായ കൊട്ടേഷൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് പോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. ഈ കോണ്ടെക്സ്റ്റ് മനസ്സിലായോ നിങ്ങൾക്ക്? അവിടെ പറഞ്ഞു വന്നിട്ടാണ് പോള് ഇങ്ങനൊരു കൊട്ടേഷൻ ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. ദൈവം ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് പോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. ഇവിടെ ദൈവം ദാനങ്ങളെ കൊടുക്കുന്നതിനെ കുറിച്ച് പറയുക. ദൈവസഭയിൽ ദൈവിക ദാനങ്ങൾ കൽപ്പിച്ചാക്കുകയും ദൈവദാസന്മാരെ ശുശ്രൂഷയ്ക്കായി കൽപ്പിച്ചാക്കുകയും ചെയ്തതിനെ കുറിച്ച് പറയുക. അവൻ ചിലരെ അപ്പോസ്തലന്മാരായിട്ട്, പ്രവാചകൻ, ഇതെല്ലാം സംസാരിക്കേണ്ടുന്ന വിഷയമാണ്. പല ആവർത്തി ഞാൻ സംസാരിച്ചിട്ടുള്ള വിഷയമാണ്. നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ അധികം നിൽക്കുന്നില്ല. എങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കണം. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും സുവിശേഷകന്മാരായും ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും ദൈവസഭയിൽ കൽപ്പിച്ചാക്കിയിരിക്കുക. അതുകൊണ്ടാണ് പറയുന്നത് അവർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നത്. എന്നാൽ ഇതിനോടുള്ള ബന്ധത്തിൽ ഇത് പറയുന്നത് സങ്കീർത്തനങ്ങളിലാണ്. സങ്കീർത്തനം 68ാമത്തെ സങ്കീർത്തനം അതിന്റെ 18ാം വാക്യമാണ് അപ്പോൾ ഇവിടെ കോട്ട് ചെയ്യുന്നത്. ഞാൻ അതുകൂടെ ഒന്ന് കാണിക്കാം. നമുക്കൊരു 5 മിനിറ്റോടുണ്ട് ഞാൻ പറഞ്ഞു തീർക്കാം. ദൈവത്തിന്റെ രഥങ്ങൾ 1000 കോടി കോടിയുമാകുന്നു. സങ്കീർത്തനത്തിലെ ഒരു ഭാഗം അപ്പോൾ ഇവിടെ കോട്ട് ചെയ്തേക്കുന്നത്. കർത്താവ് അവരുടെ ഇടയിൽ സീനായിയിൽ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ നീ ഉയരത്തിലേക്ക് കയറി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് പോയി. യാഹ് എന്ന ദൈവം അവിടെ വസിക്കേണ്ടതിന് നീ മനുഷ്യരോട് മത്സരികളോട് തന്നെ കാഴ്ച വാങ്ങിയിരിക്കുന്നു. ഇത് സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം അവിടെ കോട്ട് ചെയ്തുകൊണ്ട് പോൾ പറയുക. ആ കോട്ട് ചെയ്തിരിക്കുന്നതിൽ തന്നെ പോൾ പരിശുദ്ധ ആത്മാവിനാൽ പറയുന്നത് കൊണ്ട് ഈ വാക്യത്തെ ഒരല്പം മോഡിഫൈ ചെയ്താ പറഞ്ഞിരിക്കുന്നത്. ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അവിടെ വസിക്കേണ്ടതിന് ദൈവം മനുഷ്യരോട് മത്സരികളോട് തന്നെ കാഴ്ച വാങ്ങിയിരിക്കുന്നു എന്നാണ്. എന്നാൽ പോൾ പറഞ്ഞപ്പോൾ മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്നാണ് അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് ചെയ്യാനുള്ള അധികാരം പരിശുദ്ധ ആത്മാവിനുള്ളത് കൊണ്ട് പരിശുദ്ധ ആത്മാവിനാൽ പോൾ അങ്ങനൊരു കാര്യം പറഞ്ഞിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. ഇതാണ് അവിടെ കോട്ട് ചെയ്തിരിക്കുന്ന വാക്യം. ഇനി അതൊന്ന് മനസ്സിലാക്കുവാനായിട്ട് ഞാൻ പെട്ടെന്നൊരു കാര്യം കൂടെ പറയാം. ഈ പാരഡൈസിലുള്ളവരോട് കർത്താവ് മരണശേഷം സുവിശേഷം അറിയിച്ചു. ആ സിസ്റ്റർ ചോദിച്ചപ്പോൾ ആ ചോദ്യം കൂടെ ക്ലബ് ചെയ്താ ചോദിച്ചത്. സ്വർഗത്തിൽ ഭൂമിയുടെ കർത്താവ് മരണശേഷം ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി
മരിച്ചവരോട് സുവിശേഷം അറിയിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് മരണത്തിന് ശേഷം ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്കാണ് പോകുന്നത്. അബ്രഹാമിന്റെ മടി എന്ന് പറയുന്ന ആ സ്വർഗത്തിലേക്കാണ് പോകുന്നത്. അന്ന് വരെ മരിച്ചു പോയിരുന്നവരുടെ ആത്മാക്കൾ വിശ്രമിക്കുവാനായി ദൈവം കൽപ്പിച്ചാക്കിയിരുന്ന രണ്ട് ഭാഗങ്ങളാണത്. ഒന്ന് പാതാളമെന്നും അധമ പാതാളമെന്നും പറയും. രണ്ട് പോർഷൻസ് ആണ്. അതിനിടയിൽ കൂടി ഒരു വലിയ ഗൾഫ്, അതായത് ഒരു വലിയ എന്താ പറയുന്ന ഒരു വിള്ളലുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും കടക്കുവാൻ കഴിയാത്ത രീതിയിൽ. ഒന്നിനെ പാതാളമെന്നും മറ്റൊന്നിനെ അധമ പാതാളമെന്നും പറയും. അതിനെ കർത്താവ് ലോകത്തിൽ വരുന്ന കാലത്തുണ്ടായിരുന്ന യഹൂദന്മാർ വിളിച്ചിരുന്നത് യാതനാ സ്ഥലമെന്നും അബ്രഹാമിന്റെ മടിയെന്നുമാണ്. ആ അബ്രഹാമിന്റെ മടിയാണ് സ്വർഗം അല്ലെങ്കിൽ പാരഡൈസ് എന്ന് പറയുന്നത്. മറ്റേത് ടോർമെന്റ് പ്ലേസ് ആണ്, യാതനാ സ്ഥലം. ഇന്ന് മരിച്ചു പോകുന്ന ദുഷ്ടന്മാരായ ആൾക്കാർ സ്ട്രെയിറ്റ് പോകുന്നത് അവിടേക്കാണ്. അവരുടെ ആത്മാക്കൾ പോകുന്നത് അവിടേക്കാണ്. അവിടെ നിന്നാണ് അവർ നിത്യ ന്യായവിധിക്കായിട്ട് വെള്ള സിംഹാസനത്തിലേക്ക് വരേണ്ടുന്നത്. ഒരു പിക്ചർ ഞാനൊന്ന് കാണിക്കാം, ഒരല്പം കൂടെ പറഞ്ഞിട്ട്, അപ്പൊ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാകും. എനിക്ക് തോന്നുന്നു, ലെറ്റ് മീ ഷോ യു ദ പിക്ചർ ഫസ്റ്റ്. ഏകദേശം ഇങ്ങനെ ഒരു പടം കാണിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് കണ്ടില്ലേ, ഇതിനെയാണ് അബ്രഹാമിന്റെ മടി എന്ന് പറയുന്ന പോർഷൻ. മരിച്ചു കഴിയുമ്പോഴത്തേന് വിശുദ്ധന്മാരായിട്ടുള്ള ആൾക്കാർ ഇതിലേക്കാണ് പോകുന്നത്. എബ്രഹാംസ് ബോസം, അബ്രഹാമിന്റെ മടി. അതിന് ഇടയിൽ വലിയൊരു ഗ്രേറ്റ് ഗൾഫ്, ഒരു വലിയ ഒരു വിള്ളലുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയാത്ത രീതിയിൽ. അതിനുശേഷം കാണുന്ന സ്ഥലമാണ് ഈ ടോർമെന്റ് പ്ലേസ് അല്ലെങ്കിൽ ഹൈഡീസ് എന്ന് പറയും, യാതനാ സ്ഥലം എന്ന് പറയുന്നത്. അതിന് താഴെയാണ് ലേക്ക് ഓഫ് ഫയർ അല്ലെങ്കിൽ നിത്യ നരകാഗ്നി അല്ലെങ്കിൽ അഗാധ കൂപം എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഈ ടോർമെന്റ് പ്ലേസ് എന്ന് പറയുന്നത് നമുക്ക് യാതനാ സ്ഥലമാണ്. മരിച്ചു പോകുന്നവര്, ദുഷ്ടന്മാരായിട്ട് മരിച്ചു പോകുന്ന ആൾക്കാരെ മൂക്കിൽ നിന്ന് ശ്വാസം പോയി കഴിഞ്ഞാൽ അടുത്ത് പോകുന്നത് ഇങ്ങോട്ടാണ്. യാതനയാണ് ഇവിടെ, യാതനാ സ്ഥലമാണ്. നീതിമാന്മാരായിട്ടുള്ളവർ പോകുന്നത് ഇവിടെയാണ്. അച്ചായന് നല്ലൊരു അടക്കം കിട്ടി എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ അടക്കമൊക്കെ കഴിഞ്ഞിട്ട് പോരാറുണ്ട്. കല്ലറയിൽ നിന്ന്, ശവക്കോട്ടയിൽ നിന്നും അവിടുന്ന് ചായയും പരിപ്പോടിയൊക്കെ കഴിച്ചിട്ട് പോരാറുണ്ട്. പക്ഷെ അച്ചായൻ എങ്ങോട്ടാ പോയെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ നെഞ്ചത്തടിച്ച് കരയും. മരണം കഴിഞ്ഞു കഴിഞ്ഞാൽ, മൂക്കിൽ നിന്ന് ശ്വാസം പോയി കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ടാണ്. കർത്താവിന് കൊള്ളാവുന്നവനായി ജീവിച്ചു കഴിഞ്ഞാൽ അബ്രഹാംസ് ബോസം അല്ലെന്നുണ്ടെങ്കിൽ അബ്രഹാമിന്റെ മടി എന്ന് പറയുന്ന ഈ പാരഡൈസിലേക്കാണ് പോകുന്നത്. ഇത് രണ്ടും എന്താ പറയുന്നത്, ഇതൊരു റിമാൻഡിൽ വെക്കുന്ന സ്ഥലമാണ്. ഇത് നിത്യ നരകമല്ല. നിത്യ നരകം എന്ന് പറഞ്ഞ ഈ താഴത്തെ ഭാഗമാണ്. ഇതാണ് ലേക്ക് ഓഫ് ഫയർ. ഇവിടെ പോകുന്നത് 1000 ആണ്ട് വാഴ്ചയ്ക്കും ശേഷമാണ്. ഇവരൊക്കെ ഇവിടെ നിന്ന് എഴുന്നേറ്റ് ഇവിടെ വരും, 1000 ആണ്ട് വാഴ്ചയിൽ വരും. ഓൾ OT ആൻഡ് NT അൺബിലീവേഴ്സ് എഴുന്നേറ്റ് ഇവിടെ വരും 1000 ആണ്ട് വാഴ്ചയിൽ. അതിനുശേഷം നിത്യ നരകാഗ്നിയിലേക്ക് പോകും, നിത്യമാണ്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനത്തിന് ശേഷം കർത്താവ് പോയത് ഈ അബ്രഹാമിന്റെ മടിയിലേക്കാണ്. കർത്താവ് അടുത്ത് കിടന്ന കള്ളനോട് പറയുന്നുണ്ട്, ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിലിരിക്കും. കർത്താവ് 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് മറിയോട് പറയുന്നുണ്ട്, മറിയെ എന്നെ തുടരുത്, ഞാൻ പിതാവിന്റെ സന്നിധിയിലേക്ക് കയറി പോയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ കള്ളനോട് പറയുന്നത്, നീ എൻ്റെ കൂടെ ഇന്ന് പറുദീസയിൽ ഇരിക്കും എന്ന് പറയുന്നത് അബ്രഹാമിന്റെ മടിയിലാണ് കള്ളൻ കർത്താവിനോടൊപ്പം പറുദീസയിൽ ഇരുന്നത്. ഈ പറുദീസയിൽ ദൈവമായിരുന്നു. ഇവിടെ ആയിരുന്നിട്ട് കർത്താവ് ഇവിടെ ഇവരോട് പ്രസംഗിക്കുന്നുണ്ട്, ഇവരോട് സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്. എന്ത് സുവിശേഷമാണ് പ്രസംഗിക്കുന്നത്? കാൽവറിയിൽ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തി. ഉലക സ്ഥാപനം മുതൽ, ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ മുതൽ അതിന് പാപ പരിഹാരമായി നടത്തി വന്നിരുന്ന ആ എല്ലാ പരിഹാര ക്രിയകളുടെയും പൊരുളായിട്ട് കർത്താവ് യാഗമായി, ഈ യാഗത്തിലൂടെ സകല മാനവരാശിക്കും രക്ഷ വന്നിരിക്കുന്നു എന്നുള്ള സുവിശേഷം ഇവരോടും പ്രസംഗിച്ചു എന്നുള്ളത് ശരിയാണ്. എന്നാൽ അവിടെ നിന്നും രക്ഷിക്കപ്പെട്ടവര് അവിടെ രക്ഷിക്കപ്പെടുകയല്ല, അവിടെ കിടക്കുന്ന അല്ലെന്നുണ്ടെങ്കിൽ നീതിമാന്മാരായിട്ടുള്ളവരുടെ ആത്മാക്കളെ 3-ാം ദിവസം കർത്താവ് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നത് 2 പ്രാവശ്യം സ്വർഗാരോഹണം ചെയ്യുന്നുണ്ട്. ഒരല്പം സമയമെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. എന്നാലും ഞാനൊരു 5 മിനിറ്റോടെ നിങ്ങളോട് ചോദിക്കുക, ഇത് പറഞ്ഞു തീർത്തിട്ട് പ്രാർത്ഥിക്കാം നമുക്ക്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങൾ. യേശു അവളോട് മറിയേ എന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റബൂനി എന്ന് പറഞ്ഞു. യേശു ക്രിസ്തുവിനെ കാണുമ്പോൾ മറിയ കർത്താവിനെ വിളിക്കുന്നതാണ് കർത്താവിന്റെ കല്ലറയ്ക്കൽ നിന്നുകൊണ്ട് 3-ാമത്തെ ദിവസം. അപ്പോൾ കർത്താവ് പറയും, അതിന് ഗുരു എന്നർത്ഥം. യേശു അവളോട്, എന്നെ തുടരുത്,
ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല. എങ്കിലും നിന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറക എന്ന് പറഞ്ഞു. കർത്താവിന്റെ ആദ്യത്തെ സ്വർഗാരോഹണമാണ്. 3-ാമത്തെ ദിവസം കർത്താവ് സ്വർഗാരോഹണം ചെയ്യുക. ഇതുപോലെ തന്നെ അടുത്തത് 40-ാമത്തെ ദിവസം കർത്താവ് സ്വർഗാരോഹണം ചെയ്യുക. ആ ഭാഗമാണ് ഇവിടെ പറയുന്നത്. ഇത് പറഞ്ഞ ശേഷം അവർ കാണെ അവൻ ആരോഹണം ചെയ്തു, ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. ഇത് അപ്പോസ്തല പ്രവൃത്തികൾ 1:9 പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആദ്യത്തെ സ്വർഗാരോഹണ വേളയിൽ ഈ ഈ അബ്രഹാമിന്റെ മടി എന്ന് പറയുന്ന സ്വർഗം, ഈ അബ്രഹാമിന്റെ മടി എന്ന് പറയുന്ന സ്വർഗം ദൈവം 3-ാം സ്വർഗം എന്ന് പറയുന്ന, അതായത് ഉന്നതങ്ങളിലേക്ക്, സ്വർഗത്തിലേക്ക്, ഉയരങ്ങളിലേക്ക് അതിനെ ഉയർത്തുകയുണ്ടായി. അങ്ങനെ അവിടെ കിടന്നിരുന്ന വിശുദ്ധന്മാരെ, കാര്യം ഈ പാപത്തിന് എന്നേക്കുമായിട്ടുള്ള പരിഹാരം കാൽവറിയിൽ വരുത്തിയിരിക്കുക. അവിടെ നിന്ന് ഈ അബ്രഹാമിന്റെ മടി എന്ന് പറയുന്ന സ്വർഗം മേലെ 3-ാം സ്വർഗമായിട്ട് മാറ്റപ്പെടുകയുണ്ടായി എന്ന് ഒരു അഭിപ്രായം വേദപണ്ഡിതന്മാരുടെ ഇടയിലുണ്ട്. ഞാനത് സമർത്ഥിച്ച് പ്രസംഗിച്ച് തീരുമാനിക്കുവാൻ മാത്രമുള്ള അറിവ് എനിക്ക് ആ വിഷയത്തിൽ ലഭിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ട് പറയും. ഇതിനെയാണ് 3-ാം സ്വർഗം എന്ന് പറയുന്നത്. ഇവിടേക്കാണ് പോൾ എടുക്കപ്പെട്ടത്. പോൾ ഒരിക്കൽ പറയുന്നുണ്ട്, ഞാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു, ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, എന്നാലും വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടെ ആയിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം, അത് ഞാൻ ഏറെ ആഗ്രഹിക്കുന്നു. കർത്താവിനോട് കൂടെ 3-ാം സ്വർഗത്തിലായിരിക്കുന്ന ഒരു അനുഭവമാണ് എന്ന് നമുക്കത് മനസ്സിലാകും. അപ്പൊ അതുകൊണ്ട് അതങ്ങോട്ട് മാറ്റപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നതിൽ തെറ്റില്ല. അത് കർത്താവ് സ്വർഗത്തിലേക്ക് മരണശേഷം ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്നുള്ളത് ശരിയാ, അവിടെ പ്രസംഗിച്ചു എന്നുള്ളതും ശരിയാ. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന 1-2 എക്സാമ്പിളുകൾ എടുത്ത് കാണിച്ചത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്, എന്നാൽ അതിനുള്ള സമയം അനുവദിക്കുന്നില്ല. രത്ന ചുരുക്കം ഇത്രയേ ഉള്ളൂ. മനുഷ്യരെ പിടിച്ചുകൊണ്ട് അവരെ സ്വർഗത്തിൽ ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ദൈവപ്രവർത്തികൾക്കായിട്ട് ദൈവത്തിന്റെ ദാസന്മാരെ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും ദൈവസഭയിൽ സ്വർഗത്തിൽ നിന്ന് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. അവരിൽ കൂടെയാണ് ഈ സ്വർഗീയ സത്യത്തിന്റെ പണ്ടാര ബോക്സ് അല്ലെ പണ്ടൂര ബോക്സ് എന്ന് പറയുന്ന ആ ഒരു വലിയ സത്യത്തിന്റെ മർമ്മം അഴിഞ്ഞു ലഭിച്ചിരിക്കുന്നത്. അതാണ് ഈ 13 ലേഖനങ്ങൾ കൂടെ നമുക്ക് എഴുതിയിരിക്കുന്നത്. അതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. അതിലാണ് ഞാനും നിങ്ങളും രക്ഷിക്കപ്പെടുന്നത്. അത് ദൈവസഭയിൽ വിതരണം ചെയ്തിരിക്കുന്ന കാര്യം പറയുന്നിടത്താണ് ഈ ഒരു കൊട്ടേഷൻ പറഞ്ഞിരിക്കുന്നത്. എന്നോട് ചോദിച്ച സിസ്റ്ററിന് ഈ കാര്യം മനസ്സിലായി. നിങ്ങൾക്കും ഏറെക്കുറെ ഈ കാര്യങ്ങൾ വെളിച്ചം വീശി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളുടെ 5-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയും പഠിക്കുകയും ചെയ്യാം. അതിനുശേഷം ഒരു ക്ലാസ് കൂടെ കഴിഞ്ഞതിന് ശേഷം ഒരു 2 മാസത്തേക്ക് നമ്മളൊരു ബ്രേക്ക് എടുക്കുന്നതായിരിക്കും. അതിനുശേഷം വീണ്ടും ഫെബ്രുവരി മാസം അവസാനത്തിലേക്ക് നമ്മൾ ക്ലാസ് അവസാനിക്കും. എന്നാൽ ഈ വർഷം തുടർച്ചയായിട്ട് അടുത്ത ആഴ്ചയിലും അതിന് പിന്നത്തെ ആഴ്ചയിലും നമുക്ക് ബൈബിൾ ക്ലാസ് ഉണ്ട്. അതിനുശേഷം ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നമുക്ക് ഒരു ബ്രേക്ക് എടുക്കും. തുടർന്ന് മാർച്ച് മാസം മുതൽ നമ്മൾ വീണ്ടും ക്ലാസ് ആരംഭിക്കും. ശക്തമായിട്ട് ഈ വചനങ്ങൾ പഠിക്കുവാനും പഠിച്ചത് മറ്റുള്ളവരെ അറിയിക്കുവാനും ഒക്കെ ദൈവം ധാരാളമായിട്ട് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കും.